Now we are discussing one of the important topic from rotation. Rotation ഏറ്റവും ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള ഭാഗം എന്ന് പറയുന്നത് ഇതാണ്. Moment of inertia. You already studied torque. Torque is called moment of force. Angular momentum is called moment of momentum. Like that, moment of inertia. You already studied inertia. എന്താ inertia എന്ന് പറഞ്ഞാൽ ഇറ്റ്സ് ദ ഇന്നബിലിറ്റി ഓഫ് എ ബോഡി ടു ചേഞ്ച് സ്റ്റേറ്റ് ബൈ ഇറ്റ്സെൽഫ് അല്ലേ. ഒരു ബോഡിക്ക് സ്വന്തം അതിൻ്റെ സ്റ്റേറ്റ് മാറ്റാൻ പറ്റാത്ത അവസ്ഥ എന്ന് പറയുന്ന inertia എന്ന് പറഞ്ഞാൽ മൊമെന്റ് ഓഫ് ഇനേഷ്യ ഇസ് ദ റൊട്ടേഷണൽ ഇനേഷ്യ. റൊട്ടേറ്റ് ചെയ്യുന്ന ഒരു ബോഡിക്കും ഇതുപോലെ ഇനേഷ്യ ഉണ്ട്. റൊട്ടേറ്റ് ചെയ്യുന്ന ബോഡിക്ക് സ്വന്തമായിട്ട് അതിൻ്റെ സ്റ്റേറ്റ് മാറ്റാൻ പറ്റില്ല. ആ ഇനേഷ്യ വിളിക്കുന്ന പേരാണ് മൊമെന്റ് ഓഫ് ഇനേഷ്യ. ദാറ്റ് ഈസ് റൊട്ടേഷണൽ ഇനേഷ്യ ഇസ് കോൾഡ് മൊമെന്റ് ഓഫ് ഇനേഷ്യ. മൊമെന്റ് മീൻസ് ടേണിംഗ് എഫക്റ്റ്. മൊമെന്റ് ഓഫ് ഇനേഷ്യ ഇസ് ദ റൊട്ടേഷണൽ ഇനേഷ്യ. അപ്പോൾ നമുക്ക് എങ്ങനെ പറയാം? മൊമെന്റ് ഓഫ് ഇനേഷ്യ ഇസ് ദ ഇന്നബിലിറ്റി ഓഫ് എ റൊട്ടേറ്റിംഗ് ബോഡി ടു ചേഞ്ച് സ്റ്റേറ്റ് ബൈ ഇറ്റ്സെൽഫ്. ഒരു റൊട്ടേറ്റിംഗ് ബോഡിക്ക് സ്വന്തം അതിൻ്റെ സ്റ്റേറ്റ് മാറ്റാൻ പറ്റില്ല എന്ന് പറഞ്ഞാൽ റെസ്റ്റിലുള്ള ഒരു ബോഡിക്ക് സ്വന്തമായിട്ട് റൊട്ടേറ്റ് ചെയ്യാൻ പറ്റുമോ? ഇല്ല. റൊട്ടേറ്റ് ചെയ്യുന്ന ഒരു ബോഡി അത് യൂണിഫോം റൊട്ടേഷനിലാണെങ്കിൽ ആ യൂണിഫോം റൊട്ടേഷൻ്റെ സ്പീഡ് കൂട്ടാനോ കുറയ്ക്കാനോ അതിന് കഴിയുമോ? ഇല്ല, അതിന് പറ്റില്ല. അപ്പോൾ സ്വന്തമായിട്ട് റൊട്ടേറ്റിംഗ് ബോഡിക്ക് അതിൻ്റെ സ്റ്റേറ്റ് മാറ്റാൻ പറ്റാത്ത അവസ്ഥ വിളിക്കുന്ന പേരാണ് മൊമെന്റ് ഓഫ് ഇനേഷ്യ ഓർ റൊട്ടേഷണൽ ഇനേഷ്യ. അത് നമ്മൾ റെപ്രസെന്റ് ചെയ്യുന്നത് ഐ എന്നുള്ള ലെറ്ററുകൊണ്ടാണ്. മൊമെന്റ് ഓഫ് ഇനേഷ്യ ഇസ് റെപ്രസെന്റഡ് ബൈ ഐ എന്നാണ് നമ്മൾ റെപ്രസെന്റ് ചെയ്യുക. ഓക്കെ. അപ്പോൾ മൊമെന്റ് ഓഫ് ഇനേഷ്യ ഇസ് ദ ഇനബിലിറ്റി ഓഫ് എ റൊട്ടേറ്റിംഗ് ബോഡി ടു ചേഞ്ച് ബൈ ഇറ്റ്സെൽഫ്. നമ്മളിവിടെ എം എന്നുള്ളൊരു മാസ് എടുക്കുകയാണ്. അത് റൊട്ടേറ്റ് ചെയ്യണമെങ്കിൽ നമുക്ക് അവിടെ ഒരു ആക്സിസ് വേണം. ഞാനിവിടെ ഒരു ആക്സിസ് എടുത്തു. ഈ ആക്സിന് എമ്മിലേക്കുള്ള ഡിസ്റ്റൻസ് ഞാൻ R നിർത്തുന്നു. അങ്ങനെയാണെങ്കിൽ അതിന്റെ മൊമെന്റ് ഓഫ് ഇനേഷ്യയുടെ ഇക്വേഷൻ എന്ന് പറയുന്നത് മൊമെന്റ് ഓഫ് ഇനേഷ്യ I is equal to m into r² ആയിരിക്കും. അപ്പോൾ മൊമെന്റ് ഓഫ് ഇനേഷ്യ എങ്ങനെ നമുക്ക് മെഷർ ചെയ്യാം? ഇറ്റ് ഈസ് മെഷേർഡ് ആസ് ദ പ്രോഡക്റ്റ് ഓഫ് mass and square of the distance between the axis. Square of the distance from the axis of rotation. I is equal to mr square. Moment of inertia കണ്ടുപിടിക്കണമെങ്കിൽ ആ റൊട്ടേറ്റ് ചെയ്യുന്ന ബോഡിയുടെ മാസും അത് ഏത് ആക്സിനെ ബേസ് ചെയ്ത് റൊട്ടേറ്റ് ചെയ്യുന്നു ആ ആക്സിന് അങ്ങോട്ടേക്കുള്ള ഡിസ്റ്റൻസിന്റെ സ്ക്വയർ കൊണ്ട് ഗുണിച്ചാൽ മതി. mr സ്ക്വയർ എടുത്താൽ മതി. മൊമെന്റ് ഓഫ് ഇനേഷ്യ കിട്ടും. അങ്ങനെയാണെങ്കിൽ ഈ മാസ് ഞാൻ ഇവിടെ നിന്ന് മാറ്റിയിട്ട് ഇതാ ഇവിടെ വെക്കുകയാണ്. സപ്പോസ് കുറച്ചുകൂടി അടുത്തേക്ക് വെക്കുകയാണ്. എം ഇങ്ങോട്ട് കൊണ്ടുപോകുന്നു. അങ്ങനെയാണെങ്കിൽ അതിന്റെ മൊമെന്റ് ഓഫ് ഇനേഷ്യ എന്ന് പറയുന്നത് ഇവിടെ നിന്ന് ഇങ്ങോട്ടേക്കുള്ള ഡിസ്റ്റൻസ് അത് ഇല്ല. നമുക്ക് R1 എന്ന് എടുക്കാം. അപ്പൊ R1 എന്ന് എടുത്തു കഴിഞ്ഞാൽ മൊമെന്റ് ഓഫ് ഇനേഷ്യ ഇപ്പോൾ മൊമെന്റ് ഓഫ് ഇനേഷ്യ I1 ഈക്വൽ ടു എം R1 സ്ക്വയർ ആയിരിക്കും. സെയിം മാസ് ആണ്. പക്ഷെ ആക്സിസിന്റെ അടുത്തേക്ക് വന്നപ്പോൾ മൊമെന്റ് ഓഫ് ഇനേഷ്യ എന്ത് ചെയ്തു? കുറഞ്ഞു. mr സ്ക്വയർ മൊമെന്റ് ഓഫ് ഇനേഷ്യ കുറഞ്ഞു. ഇനി ഇതാ ഞാൻ ഇവിടെയാണ് വെക്കുന്നത്. ആ എം മാസ് കുറച്ചുകൂടി ദൂരേക്ക് കൊണ്ടുപോയി. ഇപ്പൊ ഡിസ്റ്റൻസ് R2 എന്ന് എടുക്കുകയാണ്. അങ്ങനെയാണെങ്കിൽ അതിന്റെ മൊമെന്റ് ഓഫ് ഇനേഷ്യ I2 എന്ന് പറയുന്നത് m into R2 സ്ക്വയർ ആയിരിക്കും. എന്താ വ്യത്യാസം? ഈ R2 കൂടുതലാണ്. അപ്പോൾ മൊമെന്റ് ഓഫ് ഇനേഷ്യ I2 കൂടി എന്ന് പറഞ്ഞാൽ ആക്സിസ് ഓഫ് റൊട്ടേഷൻ എന്നുള്ള ഡിസ്റ്റൻസ് മാറുമ്പോൾ മൊമെന്റ് ഓഫ് ഇനേഷ്യ മാറും അല്ലേ? അതാണ് ഇനേഷ്യയും മൊമെന്റ് ഓഫ് ഇനേഷ്യയും തമ്മിലുള്ള വ്യത്യാസം. ഇനേഷ്യ ഡിപ്പെൻഡ്സ് ഓൺലി മാസ് ഓഫ് ദ ബോഡി. മാസ് കൂടിയ ആൾക്ക് ഇനേഷ്യ കൂടുതലായിരിക്കും. മാസ് കുറഞ്ഞ ആൾക്ക് ഇനേഷ്യ കുറവായിരിക്കും. ഒരേ മാസുള്ള ബോഡിക്ക് ഇനേഷ്യ ഒന്നായിരിക്കും. അങ്ങനെയാണ്. പക്ഷേ മൊമെന്റ് ഓഫ് ഇനേഷ്യ മാസില്ല. മാസിനെ മാത്രമല്ല ഈ ആറിനെയും കൂടി ഡിപ്പെൻഡ് ചെയ്യും. ആക്സിസ് ഓഫ് റൊട്ടേഷനുള്ള ഡിസ്റ്റൻസിനെ ഡിപ്പെൻഡ് ചെയ്യും. ആക്സിസ് ഓഫ് റൊട്ടേഷനുള്ള ഡിസ്റ്റൻസ് ചേഞ്ച് ചെയ്യുമ്പോൾ മൊമെന്റ് ഓഫ് ഇനേഷ്യ ചേഞ്ച് ചെയ്യും സെയിം മാസിനെ. എന്ന് പറഞ്ഞാൽ ഇനേഷ്യ ഡിപ്പെൻഡ്സ് ഓൺലി മാസ് ഓഫ് ദ ബോഡി ബട്ട് മൊമെന്റ് ഓഫ് ഇനേഷ്യ ഡിപ്പെൻഡ്സ് ബോത്ത് മാസ് ആൻഡ് ഡിസ്ട്രിബ്യൂഷൻ ഓഫ് മാസ്. അതാണ് വ്യത്യാസം. മാസിനെയും ഡിപ്പെൻഡ് ചെയ്യും, ഡിസ്ട്രിബ്യൂഷൻ ഓഫ് മാസിനെയും ഡിപ്പെൻഡ് ചെയ്യും മൊമെന്റ് ഓഫ് ഇനേഷ്യ. ഓക്കെ. അപ്പോൾ ഇനേഷ്യയും മൊമെന്റ് ഓഫ് ഇനേഷ്യ തമ്മിലുള്ള വ്യത്യാസം മനസ്സിലായോ? Inertia depends only mass of the body, but moment of inertia depends mass and the distribution of mass. എന്ന് പറഞ്ഞാൽ ആക്സിസ് മാറിയാൽ മതി. ഉദാഹരണത്തിന് ഞാനൊരു നോട്ട്ബുക്കാണ്. ഇതിനൊരു മാസ് ഉണ്ട്. ഇതിന്റെ മൊമെന്റ് ഓഫ് ഇനേഷ്യ എന്ന് പറഞ്ഞാൽ ഇതിങ്ങനെ റൊട്ടേറ്റ് ചെയ്യാണ്. ഇങ്ങനെ റൊട്ടേറ്റ് ചെയ്യുമ്പോൾ അതിനൊരു മൊമെന്റ് ഓഫ് ഇനേഷ്യ ഉണ്ട്. ഓക്കെ. കുറെ പാർട്ടിക്കിൾ ഉള്ളത് കൊണ്ട് മൊമെന്റ് ഓഫ് ഇനേഷ്യ നമ്മൾ എടുക്കുന്ന ഡിസ്റ്റൻസ് R അല്ല, ഒരു
മീൻ ഡിസ്റ്റൻസ് ആണ്. അത് അടുത്ത് നമുക്ക് ഡിസ്കസ് ചെയ്യാം. ഓക്കെ, അപ്പൊ ഇങ്ങനെ റൊട്ടേറ്റ് ചെയ്യുമ്പോൾ മൊമെന്റ് ഓഫ് ഇനേഷ്യ ഉണ്ട്. ഇതേ ബുക്ക് ഞാൻ ഇങ്ങനെ പിടിച്ചിട്ട് ഇങ്ങനെ റൊട്ടേറ്റ് ചെയ്യാം. ഇപ്പൊ എന്ത് മാറി? ആക്സിസ് ഓഫ് റൊട്ടേഷൻ, മാസ് മാറിയിട്ടില്ല, ആക്സിസ് ഓഫ് റൊട്ടേഷൻ മാറി, മൊമെന്റ് ഓഫ് ഇനേഷ്യ മാറിയിട്ടുണ്ടാകും. ഇനി ഞാൻ ഒരു എൻഡിൽ വെച്ചിട്ട് ഇങ്ങനെ റൊട്ടേറ്റ് ചെയ്യിക്കാം, അപ്പോൾ മൊമെന്റ് ഓഫ് ഇനേഷ്യ മാറിയിട്ടുണ്ടാകും. ഇനി ഞാൻ ഇങ്ങനെ ഡയഗണലായിട്ട് റൊട്ടേറ്റ് ചെയ്യിക്കാം, മൊമെന്റ് ഓഫ് ഇനേഷ്യ മാറിയിട്ടുണ്ടാകും. അപ്പോൾ ഈ ബുക്കിൽ ഒരുപാട് മൊമെന്റ് ഓഫ് ഇനേഷ്യ ഉണ്ട്. ഇറ്റ് ഡിപ്പെൻഡ്സ് ഓൺ ഇനേഷ്യ, ഇറ്റ് ഡിപ്പെൻഡ്സ് ഓഫ് മാസ് ആൻഡ് ഡിസ്ട്രിബ്യൂഷൻ ഓഫ് മാസ്, അല്ലെങ്കിൽ ആക്സിസ് ഓഫ് റൊട്ടേഷൻ ഡിപ്പെൻഡ് ചെയ്യുമെന്ന് നമുക്ക് പറയാം. ആക്സിസ് മാറുമ്പോൾ മാസ് ഡിസ്ട്രിബ്യൂഷൻ മാറും അല്ലേ? അപ്പോൾ ആക്സിസ് മാറിക്കഴിഞ്ഞാൽ മൊമെന്റ് ഓഫ് ഇനേഷ്യ ചേഞ്ച് ചെയ്യും. നമ്മൾ ഈ ഡിസ്റ്റൻസ് 6 എടുക്കാൻ പറ്റില്ല എന്ന് പറയും. ഇതൊരു പാർട്ടിക്കിൾ ആണെങ്കിൽ 6 എടുക്കാം. എല്ലാം നമ്മൾ ചെയ്യുമ്പോൾ നമ്മൾ എടുക്കുന്നത് ഒരു ടേം ഉണ്ട്, അതാണ് റേഡിയസ് ഓഫ് ഗൈറേഷൻ. എന്താ പറയാ? റേഡിയസ് ഓഫ് ഗൈറേഷൻ. ഗൈറേഷൻ എന്ന് പറഞ്ഞാൽ റൊട്ടേഷൻ തന്നെയാണ്. റൊട്ടേറ്റ് ചെയ്യുന്നതിന്റെ റേഡിയസ് എന്ന് പറഞ്ഞാൽ ഡിസ്റ്റൻസ് ആണല്ലോ. റേഡിയസ് ഓഫ് ഗൈറേഷൻ എന്ന് പറഞ്ഞാൽ സപ്പോസ് ഒരു ബോഡി റൊട്ടേറ്റ് ചെയ്യാണ്, അതിന്റെ മൊമെന്റ് ഓഫ് ഇനേഷ്യ I is equal to mr² ആണ്. കുറേ m പാർട്ടിക്കിളുള്ള ഒരു സിസ്റ്റം ആണ് എങ്കിൽ നമുക്ക് ഇങ്ങനെ mr² എന്ന് എഴുതിയാൽ പോരാ. അപ്പൊ നമ്മൾ എഴുതാം സിഗ്മ mr² എന്നാണ്. ഈ സിഗ്മ mr² എടുത്താൽ സിഗ്മ m എന്ന് പറഞ്ഞാൽ ടോട്ടൽ മാസ് ഓഫ് ദ ബോഡി ആയിരിക്കും. അങ്ങനെയാണെങ്കിൽ നമ്മൾ മൊമെന്റ് ഓഫ് ഇനേഷ്യ I എഴുതാം. I is equal to mk² എന്നാണ്. I is equal to mk², where k is called radius of gyration. Okay, ഇത് വിളിക്കുന്ന പേരാണ് radius of gyration. റേഡിയസ് ഓഫ് ഗൈറേഷൻ എന്ന് പറഞ്ഞാല് k ആണ്. അതെന്താ സാധനം? k r-ന്റെ സ്ഥാനത്താണ്. അപ്പൊ അതൊരു ഡിസ്റ്റൻസ് ആണ്. ആ ഡിസ്റ്റൻസിന്റെ സ്ക്വയറിനെ ടോട്ടൽ മാസ് കൊണ്ട് ഗുണിച്ചാൽ നമുക്ക് മൊമെന്റ് ഓഫ് ഇനേഷ്യ കിട്ടും. അതാണ് റേഡിയസ് ഓഫ് ഗൈറേഷന്റെ ഇമ്പോർട്ടൻസ്. റേഡിയസ് ഓഫ് ഗൈറേഷന്റെ സ്ക്വയറിനെ മൊത്തം മാസ് കൊണ്ട് ഗുണിച്ചാൽ കിട്ടുന്നത് മൊമെന്റ് ഓഫ് ഇനേഷ്യ ആയിരിക്കും. അപ്പൊ റേഡിയസ് ഓഫ് ഗൈറേഷൻ നമുക്ക് എങ്ങനെ ഡിഫൈൻ ചെയ്യാം? ഇറ്റ്സ് എ ഡിസ്റ്റൻസ്, ഒരു ഡിസ്റ്റൻസ് ആണ്, whose square multiplied by the whole mass of the body gives moment of inertia of the body. മുഴുവൻ മാസിനെയും ആ റേഡിയസ് ഓഫ് ഗൈറേഷന്റെ സ്ക്വയർ കൊണ്ട് ഗുണിച്ചാൽ നമുക്ക് മൊമെന്റ് ഓഫ് ഇനേഷ്യ കിട്ടും. ഓക്കെ, അപ്പോൾ നമ്മളെ മൊമെന്റ് ഓഫ് ഇനേഷ്യ I is equal to mr² എന്നാണ് ഇക്വേഷൻ എങ്കിൽ ജനറൽ ഇക്വേഷൻ mk² ആണ്. ഓക്കെ, ജനറൽ ഇക്വേഷൻ എന്തായിരിക്കും? mk² ആയിരിക്കും. എന്ന് പറഞ്ഞാൽ അവിടെ r ഈക്വൽ ടു എന്തായിരിക്കും? k ആയിരിക്കും. റേഡിയസ് ഓഫ് ഗൈറേഷൻ r എന്നായിരിക്കും. അപ്പൊ റേഡിയസ് ഓഫ് ഗൈറേഷൻ എങ്ങനെ നമുക്ക് കണ്ടുപിടിക്കാം? റേഡിയസ് ഓഫ് ഗൈറേഷൻ I is equal to mk² ആണെങ്കിൽ k² ഈക്വൽ ടു എന്താ കിട്ടുക? I/m അല്ല, അങ്ങനെയാണെങ്കിൽ k ഈക്വൽ ടു എന്താ കിട്ടുക? √I/m. അപ്പൊ റേഡിയസ് ഓഫ് ഗൈറേഷൻ കണ്ടുപിടിക്കാൻ ചെയ്താൽ മതി √I/m കണ്ടാൽ മതി. അപ്പൊ റേഡിയസ് ഓഫ് ഗൈറേഷൻ ഈസ് ദ ഡിസ്റ്റൻസ് whose square multiplied by the whole mass of the body gives moment of inertia of the body. Okay, ഇതാണ് റേഡിയസ് ഓഫ് ഗൈറേഷൻ എന്ന് പറയുന്നത്. അപ്പൊ നമ്മൾ പറഞ്ഞു ആക്സിസ് മാറിക്കഴിഞ്ഞാൽ മൊമെന്റ് ഓഫ് ഇനേഷ്യ മാറിക്കൊണ്ടിരിക്കുന്നത്. നമുക്ക് ഒരു ബോഡിക്ക് തന്നെ ഒരുപാട് മൊമെന്റ് ഓഫ് ഇനേഷ്യ ഉണ്ടാകും അല്ലേ? ഈ പുസ്തകത്തിൽ തന്നെ ഒരുപാട് മൊമെന്റ് ഓഫ് ഇനേഷ്യ ഉണ്ടാകും. ആക്സിസ് മാറുമ്പോൾ നമുക്ക് എല്ലാം ഇങ്ങനെ കണ്ടുപിടിക്കാൻ പറ്റുമോ? ബുദ്ധിമുട്ടാണ്. അപ്പൊ നമുക്ക് ചില തിയറംസ് ഉണ്ട്. 2 തിയറം യൂസ് ചെയ്തുകൊണ്ട് മൊമെന്റ് ഓഫ് ഇനേഷ്യ സം റെഗുലർ ഷേപ്ഡ് ബോഡീസ്, റെഗുലർ ഷേപ്പുള്ള ബോഡീസിന്റെ മൊമെന്റ് ഓഫ് ഇനേഷ്യ നമുക്ക് തിയറംസ് ഉപയോഗിച്ച് കണ്ടുപിടിക്കാം. സപ്പോസ് ഇങ്ങനെ ആക്സിസ് റൊട്ടേറ്റ് ചെയ്യുമ്പോൾ മൊമെന്റ് ഓഫ് ഇനേഷ്യ നമുക്ക് അറിയാമെങ്കിൽ ഇതിങ്ങനെ ഇവിടെ ഒരു ആക്സിസ് വെച്ചിട്ട് ഇങ്ങനെ റൊട്ടേറ്റ് ചെയ്യാണ്, ഇതിന്റെ മൊമെന്റ് ഓഫ് ഇനേഷ്യ നമുക്ക് കണ്ടുപിടിക്കാം. ഏതെങ്കിലും ഒന്ന് നമുക്കറിയണം എങ്കിൽ ബാക്കിയുള്ളതൊക്കെ നമുക്ക് കണ്ടുപിടിക്കാം. അങ്ങനെ യൂസ് ചെയ്യുന്ന തിയറംസ് ആണ് പാരലൽ ആക്സിസ് തിയറവും പെർപെൻഡിക്കുലർ ആക്സിസ് തിയറം. ഏതൊക്കെ തിയറം? ഒന്ന് പെർപെൻഡിക്കുലർ ആക്സിസ് തിയറം, 2 പാരലൽ ആക്സിസ് തിയറം. നമുക്ക് 2 തിയറവും വെരി ഇമ്പോർട്ടൻറ്റ്, വളരെ ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള 2 തിയറമാണ്. പഠിക്കാൻ കുറച്ച് ബുദ്ധിമുട്ടുണ്ടാകും കാരണം വലിയൊരു സെന്റൻസ് ആണ്. പക്ഷെ നിങ്ങളത് മനസ്സിലാക്കി വെച്ചാൽ
നിങ്ങൾക്കത് എഴുതാൻ പറ്റും. ഓക്കെ, അപ്പം നന്നായിട്ട് ശ്രദ്ധിക്കാം. ഫസ്റ്റ് പെർപെൻഡിക്കുലർ ആക്സിസ് തിയറം. ഫസ്റ്റ് പറയാൻ പോകുന്നതാ പെർപെൻഡിക്കുലർ ആക്സിസ് തിയറം. പെർപെൻഡിക്കുലർ ആക്സസ്, പ്ലൂറൽ ഓഫ് ആക്സസ് ആണ്. ആക്സസ് ഒന്നിൽ കൂടുതലുണ്ട്. ആക്സസ് തിയറം പറയാം. പെർപെൻഡിക്കുലർ ആക്സസ് തിയറം പറയുന്നത് നമ്മൾ ഇത് യൂസ് ചെയ്യുന്നത് എല്ലാ ബോഡിയിലും പറ്റില്ല. അതാണ് ഇതിന്റെ ഒരു പ്രത്യേകത. ഈ തിയറം നമ്മൾ യൂസ് ചെയ്യുന്നത് ഒരു പ്ലെയിൻ ബോഡി, ഒരു ലാമിന എന്ന് പറയാം. പ്ലെയിൻ ലാമിന എന്ന് പറഞ്ഞാൽ അതിന് കട്ടിയില്ല, ഒരു പ്രതലം ആയിട്ട്. നമ്മളൊരു പേപ്പർ എടുക്കുകയാണ്. ഇതൊരു പേപ്പറാണെന്ന് വിചാരിക്കാം. ഇതൊരു റെക്ടാങ്കുലർ പ്ലെയിൻ ലാമിന. ഷേപ്പ് നോക്കിയിട്ട് പറയാം. ഇതിങ്ങനെ ഇവിടെ നിന്ന് ഇങ്ങനെ കട്ട് ചെയ്താലോ ട്രയാങ്കുലർ പ്ലെയിൻ ലാമിന ആയിരിക്കും. അപ്പോൾ ഇതൊരു റെക്ടാങ്കുലർ പ്ലെയിൻ ലാമിനയാണ്. നമ്മൾ ഇതിന്റെ കനം നോക്കണ്ട, ഒരു പേജായിട്ട് എടുക്കാം. അങ്ങനെയുള്ള ബോഡിയാണ് നമ്മളിവിടെ യൂസ് ചെയ്യുന്നത്. അപ്പൊ എല്ലാ ബോഡിയിലും നമുക്ക് പെർപെൻഡിക്കുലർ ആക്സിസ് തിയറം യൂസ് ചെയ്യാൻ പറ്റില്ല. പ്ലെയിൻ ലാമിനയിൽ മാത്രമേ യൂസ് ചെയ്യാൻ പറ്റുള്ളൂ. സപ്പോസ് ഇതൊരു പ്ലെയിൻ ലാമിനയാണ്. ഇനി ഷേപ്പ് എന്താ ആയിക്കോട്ടെ, പക്ഷെ എന്തായിരിക്കണം, അതൊരു പ്ലെയിൻ ലാമിന ആയിരിക്കണം. അതിന് കട്ടി ഉണ്ടാവാൻ പാടില്ല. അങ്ങനെയുള്ള ഒരു പ്ലെയിൻ ലാമിനയില് മൊമെന്റ് ഓഫ് ഇനേർഷ്യ ഓഫ് ദ ബോഡി about an axis perpendicular its plane equal to sum of moments of inertia of body about two mutually perpendicular axes in its plane. ഞാൻ എക്സ്പ്ലെയിൻ ചെയ്തിട്ട് അപ്പം മനസ്സിലാക്കുക. അപ്പോൾ ഇതിന് ഞാനിവിടെ ഒരു എക്സ് ആക്സിസ് വരയ്ക്കാം. ഈ എക്സ് ആക്സിൽ വെച്ചിട്ട് ഇത് ഇങ്ങനെ റൊട്ടേറ്റ് ചെയ്യാണ്. അപ്പൊ അതിന്റെ മൊമെന്റ് ഓഫ് ഇനേർഷ്യ ഞാൻ എഴുതാണ് IX എന്ന്. IX. ഇതേപോലെ ഞാൻ y ആക്സ് എന്താ ഇങ്ങനെ ഒരു ആക്സ് വരച്ചു. y ആക്സ് ഇങ്ങനെ ആക്സ് വെച്ചിട്ട് ഇങ്ങനെ റൊട്ടേറ്റ് ചെയ്യാണ്. ഇങ്ങനെ റൊട്ടേറ്റ് ചെയ്യുമ്പോൾ ഉണ്ടാകുന്നത് അതിന്റെ മൊമെന്റ് ഓഫ് ഇനേർഷ്യ ഞാൻ ഇങ്ങനെ റെപ്രസെന്റ് ചെയ്യാണ് IY എന്ന്. IY. എക്സ് ആക്സും വൈ ആക്സിന്റെ പ്രത്യേകത മ്യൂച്വലി പെർപെൻഡിക്കുലർ. ഒന്ന് ഇങ്ങനെയും ഒന്ന് ഇങ്ങനെ എടുത്തു, ഇങ്ങനെ റൊട്ടേറ്റ് ചെയ്യുന്നു, പിന്നെ ഇങ്ങനെ റൊട്ടേറ്റ് ചെയ്യുന്നു. ഈ രണ്ട് ആക്സായി. അങ്ങനെയാണെങ്കിൽ ഇതിന് പെർപെൻഡിക്കുലർ ഒരു ആക്സിസ് എടുത്താൽ അതിന് ഇത് റൊട്ടേറ്റ് ചെയ്യുന്ന മൊമെന്റ് ഓഫ് ഇനേർഷ്യ എന്ന് പറയുന്നത് ഇതിന്റെ രണ്ടിന്റെയും സമ്മാനം. സപ്പോസ് ഇതിന് പെർപെൻഡിക്കുലർ എന്ന് പറഞ്ഞാൽ ഇങ്ങനെയാണ്. ആക്സ് ഇങ്ങനെ വരക്കാൻ പറ്റാത്തത് കൊണ്ട് ഞാനിപ്പോൾ തൽക്കാലം ഇടാം. ഇങ്ങനെ വരക്കാം. Z ആക്സ്. ഇതിലെ മൊമെന്റ് ഓഫ് ഇനേർഷ്യ IZ. ഈ IZ എന്ന് പറയുന്നത് is equal to sum of IX and IY. IZ equal to IX plus IY. This is called a perpendicular axis theorem. IZ equal to IX plus IY. അതൊരു സെന്റൻസ് ആക്കി എഴുതിയാൽ പെർപെൻഡിക്കുലർ ആക്സിസ് തിയറം ആയി. പക്ഷെ സെന്റൻസ് ആകുമ്പോൾ കുറച്ച് കോംപ്ലിക്കേറ്റഡ് ആയിട്ട് വരും. ശ്രദ്ധിക്കുക. മൊമെന്റ് ഓഫ് ഇനേർഷ്യ ഓഫ് എ പ്ലെയിൻ ലാമിന about an axis perpendicular to its plane is equal to sum of moment of inertia about two mutually perpendicular axes in its plane. Moment of inertia of a plane ലാമിനയിൽ മാത്രമേ അപ്ലൈ ചെയ്യാൻ പറ്റുള്ളൂ. രണ്ട് ആക്സിസ് ആ പ്ലെയിനിൽ തന്നെ ആയിരിക്കണം, മ്യൂച്വലി പെർപെൻഡിക്കുലർ ആയിരിക്കണം. അതിന്റെ രണ്ടിന്റെയും മൊമെന്റ് ഓഫ് ഇനേർഷ്യ കൂട്ടിയാൽ നമുക്ക് എന്ത് കിട്ടും? ആ പ്ലെയിനിന് പെർപെൻഡിക്കുലർ ആയിട്ടുള്ള ആക്സിസിലെ മൊമെന്റ് ഓഫ് ഇനേർഷ്യ കിട്ടും. അതാണ് പെർപെൻഡിക്കുലർ ആക്സിസ് തിയറം. അപ്പൊ ഈ ഇക്വേഷൻ വെച്ചിട്ട് പറയാൻ പറ്റും. എന്നാൽ മാറിപ്പോകില്ല. IZ equal to IX plus IY. IZ എന്ന് പറഞ്ഞാൽ മൊമെന്റ് ഓഫ് ഇനേർഷ്യ about a axis perpendicular to its plane equal to IX plus IY എന്ന് പറഞ്ഞാൽ sum of moments of inertia about two mutually perpendicular axes in its plane. എല്ലാ ആക്സും ഒരു പോയിന്റിൽ മീറ്റ് ചെയ്യണം, കണ്ടീഷൻ ഉണ്ട്. പിന്നെ എവിടെ മാത്രം അപ്ലൈ ചെയ്യാൻ പറ്റുള്ളൂ? പ്ലെയിൻ ലാമിനയിൽ. ഇതെല്ലാം കൂടി ഒന്ന് യോജിപ്പിച്ചാൽ നമ്മുടെ പെർപെൻഡിക്കുലർ ആക്സിസ് തിയറമായി. വെരി വെരി ഇമ്പോർട്ടൻറ്റ്. 2 മാർക്കിനൊക്കെ ചോദിക്കുന്ന വളരെ ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള ഒരു തിയറമാണ്. ഓക്കെ, പെർപെൻഡിക്കുലർ ആക്സിസ് തിയറം ഒന്നുകൂടി ഞാൻ പറയാം.
the moment of inertia of a plane lamina about an axis perpendicular to its plane is equal to sum of moments of inertia of two mutually perpendicular axes in its plane. Okay, Ix equal to Yz equal to Ix plus Iy. ഒന്നാമത്തെ തിയറം ക്ലിയർ ആണല്ലോ. അതുപോലെ ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള രണ്ടാമത്തെ തിയറം നമുക്ക് പഠിക്കാം. അതാണ് പാരലൽ ആക്സസ് തിയറം. ഏതാ തിയറം? പാരലൽ ആക്സസ് തിയറം. ഇതിന്റെ പ്രത്യേകത ഏത് ഷേപ്പുള്ള ഏത് ബോഡിക്കും നമുക്ക് യൂസ് ചെയ്യാം. പെർപെൻഡിക്കുലർ ആക്സിസ് തിയറത്തിന് ലിമിറ്റേഷൻ ഉണ്ട്. എന്താ? പ്ലെയിൻ ലാമിനയിൽ മാത്രമേ യൂസ് ചെയ്യാൻ പറ്റുള്ളൂ അല്ലേ? എന്നാൽ പാരലൽ ആക്സിസ് തിയറം ഏതൊരു ബോഡിയിലും നമുക്ക് അപ്ലൈ ചെയ്യാം. സപ്പോസ് ഇതാ ഒരു ബോഡി ഇവിടെ വരച്ചിരിക്കാം. നമുക്ക് മൊമെന്റ് ഓഫ് ഇനേർഷ്യ അബൌട്ട് ഒരു ആക്സിസ് വരച്ച് അബൌട്ട് എ ബി കാണിക്കാം. ഈ ബോഡിയുടെ സെന്റർ ഓഫ് മാസിലൂടെ കടന്നു പോകുന്നത്, ഇത് സെന്റർ ഓഫ് മാസ് പഠിച്ചാണ്. സെന്റർ ഓഫ് മാസ്, സെന്റർ ഓഫ് മാസിലൂടെ കടന്നു പോകുന്ന ഇതിന് പാരലൽ ആയിട്ടുള്ള ഒരു ആക്സിസിലെ മൊമെന്റ് ഓഫ് ഇനേർഷ്യ ഞങ്ങൾക്ക് ICM എന്ന് കൊടുക്കാം. ICM മൊമെന്റ് ഓഫ് ഇനേർഷ്യ അബൌട്ട് സെന്റർ ഓഫ് മാസ്. അപ്പൊ ഈ നമ്മൾ വരക്കാം എവിടെയാണോ കണ്ടുപിടിക്കേണ്ടത് അതിന് പാരലൽ ആയിട്ട് സെന്റർ ഓഫ് മാസിലൂടെ കടന്നു പോകുന്ന ഒരു ആക്സിസിലെ മൊമെന്റ് ഓഫ് ഇനേർഷ്യ എടുക്കുക ICM. ഈ സെന്റർ ഓഫ് മാസിലെ ആക്സിസും ഇതും തമ്മിലുള്ള ഡിസ്റ്റൻസ് നമുക്ക് A എന്നെടുക്കാം. A ഡിസ്റ്റൻസ് ആണ്. അങ്ങനെയാണെങ്കിൽ മൊമെന്റ് ഓഫ് ഇനേർഷ്യ അബൌട്ട് AB അല്ലെങ്കിൽ IAB എന്ന് കൊടുക്കാം. മൊമെന്റ് ഓഫ് ഇനേർഷ്യ അബൌട്ട് ആക്സിസ് AB IAB ഈക്വൽ ടു ICM പ്ലസ് MEA സ്ക്വയർ. അപ്പോൾ പാരലൽ ആക്സിസ് തിയറം എന്താ? IAB equal to ICM plus MA square. അതൊരു സെന്റൻസ് ആക്കി പറയണം, അപ്പോഴാണ് ക്ലിയർ ആവുള്ളൂ. എങ്ങനെ പറയാം? മൊമെന്റ് ഓഫ് ഇനേർഷ്യ ഓഫ് എ ബോഡി about any axis equal to the sum of moment of inertia of a body about an axis passing through its center of mass and parallel to it. അതാണ് ICM. And sum of plus and the product of mass and the square of the distance between the axes. ഈ ബോഡിയുടെ മാസ് ആണ് M, മൊത്തം മാസ് ആണ് M. ഡിസ്റ്റൻസ് അതിന്റെ സ്ക്വയർ എടുത്തു MA സ്ക്വയർ. ICM പ്ലസ് MA സ്ക്വയർ ആണ് IAB. അപ്പോൾ മൊമെന്റ് ഓഫ് ഇനേർഷ്യ ഓഫ് എ ബോഡി അബൌട്ട് എനി ആക്സിസ് ഇസ് ഈക്വൽ ടു സം ഓഫ് moment of inertia about an axis passing through its center of mass and parallel to this axis and the product of mass and the square of the distance between them. IAB equal to ICM plus EMA square. This is the parallel axis theorem. Okay. എഴുതി പഠിച്ചാൽ മാത്രമേ ഇത് നിങ്ങളുടെ മനസ്സിൽ നിൽക്കുള്ളൂ. അപ്പോൾ ഇക്വേഷൻ നോക്കിയിട്ട് എഴുതി സ്വന്തം എഴുതി പഠിച്ചാൽ അവിടെ നിൽക്കും. ഫസ്റ്റിൽ കുറച്ച് ബുദ്ധിമുട്ടുള്ളതാണ്, എങ്കിലും പഠിച്ചാൽ മാർക്ക് ഷുവറാണ്. കാരണം ഡയറക്റ്റ് ചോദിക്കുന്ന ചോദ്യമാണ്. പാരലൽ ആക്സിസ് തിയറം, പെർപെൻഡിക്കുലർ ആക്സിസ് തിയറം, ഈ രണ്ട് തിയറും ഉണ്ടെങ്കിൽ നമുക്ക് ഏതെങ്കിലും ഒരു ആക്സിസിലെ മൊമെന്റ് ഓഫ് ഇനേർഷ്യ അറിയാമെങ്കിൽ ബാക്കിയുള്ള ആക്സിസൊക്കെ കണ്ടുപിടിക്കാൻ പറ്റും. ഓക്കെ, നമുക്ക് ഡിഫറെന്റ് കേസുകൾ അത് ചെയ്തു നോക്കാം. അത് മൊമെന്റ് ഓഫ് ഇനേർഷ്യ ഓഫ് എ സർക്കുലർ റിംഗ് ആണ്. റിംഗ് നമുക്ക് വളരെ ഫെമിലിയർ ആണ് അല്ലേ? സർക്കുലർ ഷേപ്പ്. റിങ്ങിന്റെ പ്രത്യേകത എന്താ? റിംഗ് ആണ്. ഈ റിങ്ങിന്റെ പ്രത്യേകത എന്താ? ഇതിന്റെ പെരിഫറിയിൽ മാത്രമേ മാസ് ഉള്ളൂ അല്ല, പെരിഫറിയിൽ മാത്രമേ മാസ് ഉള്ളൂ. ഇങ്ങനെയുള്ള ഒരു റിങ് ഞാൻ എടുത്തിരിക്കുകയാണ്. എന്താ, ആ റിങ്ങിന്റെ സെന്റർ വരെയാണ്. ഇവിടെ ഞാനൊരു മാസ് M എടുക്കാണ്. റിങ്ങിലെ ഒരു മാസ്, അതിന്റെ സെന്റർ എന്നുള്ള ഡിസ്റ്റൻസ് ഞാൻ R എടുക്കാണ്. അതിന്റെ റേഡിയസ് ആയിരിക്കും R. ഓക്കെ, റേഡിയസ്. ആ M എന്നുള്ള മാസ് നമുക്ക് മൊമെന്റ് ഓഫ് ഇനേർഷ്യ അബൌട്ട് ആൻ ആക്സിസ് പെർപെൻഡിക്കുലർ ടു ദ റിംഗ് എടുക്കാം. റിങ്ങിന്റെ സെന്ററിലൂടെ അതിന് പെർപെൻഡിക്കുലർ ആയിട്ട് കടന്നു പോകുന്ന ആക്സിസിലെ മൊമെന്റ് ഓഫ് ഇനേർഷ്യ അത് ആദ്യം കണ്ടുപിടിക്കാം. മൊമെന്റ് ഓഫ് ഇനേർഷ്യ ഓഫ് എ റിംഗ്
about an axis passing through its center and perpendicular to its plane. അപ്പോൾ ഇങ്ങനെ ഒരു റിംഗ് ആണെങ്കിൽ അതിന്റെ സെന്ററിലൂടെ ഇങ്ങനെ ഒരു ആക്സിസ് വെക്കാം. അതിലെ മൊമെന്റ് ഓഫ് ഇനേഷ്യ ആണ് കാണാൻ പറ്റുന്നത്. നമുക്ക് ഈ എം എന്നുള്ള ചെറിയ മാസ് എടുത്തിട്ട് അതിന്റെ മൊമെന്റ് ഓഫ് ഇനേഷ്യ ആദ്യം കാണാം. അവിടെ മൊമെന്റ് ഓഫ് ഇനേഷ്യ ഈക്വൽ ടു അതിന് കൊടുക്കണം. അതിന്റെ മൊമെന്റ് ഓഫ് ഇനേഷ്യ എമ്മിന്റെ മൊമെന്റ് ഓഫ് ഇനേഷ്യ എന്തായിരിക്കും? എം ആർ സ്ക്വയർ ആയിരിക്കും. മാസിന്റെ സ്ക്വയർ ഓഫ് ദ ഡിസ്റ്റൻസ് എം ആർ സ്ക്വയർ അല്ലേ? അങ്ങനെയാണെങ്കിൽ റിംഗിന്റെ മൊമെന്റ് ഓഫ് ഇനേഷ്യ എന്ന് പറയുന്നത് ഇതുപോലെയുള്ള മാസ് നമുക്ക് ഇവിടെ ഉണ്ടാകും. ഒരു എം സെയിം ഡിസ്റ്റൻസ് ആണ്, അതേ മാസ് ഇവിടെ ഉണ്ടാകും. സെയിം ഡിസ്റ്റൻസ് ആണ്, അതേ മാസ് ഇവിടെ ഉണ്ടാകും. സെയിം ഡിസ്റ്റൻസ് ആണ് അല്ലേ? അപ്പൊ നമുക്ക് സിഗ്മ എം ആർ സ്ക്വയർ ചെയ്താൽ മതി. എന്ത് ചെയ്താൽ മതി? സിഗ്മ എം ആർ സ്ക്വയർ മൊമെന്റ് ഓഫ് ഇനേഷ്യ ഓഫ് ദ റിംഗ് കിട്ടുന്നത്. സിഗ്മ എം ആർ സ്ക്വയർ ചെയ്താൽ എം ഇൻറ്റു ആർ സ്ക്വയർ കിട്ടും. where sigma m equal to total mass of the ring. ഈ എല്ലാ എമ്മും കൂട്ടിയാൽ നമുക്ക് എന്താ കിട്ടാം? ആ റിങ്ങിന്റെ മാസ് അല്ല കിട്ടാം. അപ്പൊ സിഗ്മ എം ഈക്വൽ ടു ക്യാപിറ്റൽ എം ടോട്ടൽ മാസ് ഓഫ് ദ റിംഗ് എന്ന് എടുക്കുകയില്ല. ഇവിടെ റേഡിയസ് ഓഫ് ഗൈറേഷൻ ശരിക്കും ആറ് തന്നെയാണ്, അതുകൊണ്ടാണ് മാറ്റം വരാത്തത്. അപ്പൊ ഐ ഈസ് ഈക്വൽ ടു എം ആർ സ്ക്വയർ എന്ന് കിട്ടും. ഒരു റിംഗിന്റെ മൊമെന്റ് ഓഫ് ഇനേഷ്യൽ ഇക്വേഷൻ ഏറ്റവും സിമ്പിൾ ആണ്. ഇസ് ഈക്വൽ ടു I is equal to m r square. ഏത് ആക്സിസ് ആണ് എന്ന് പ്രത്യേകം പറയണം. ഏത് ആക്സിസ് ആണ്? ആക്സിസ് പാസിംഗ് ത്രൂ ഇറ്റ്സ് സെന്റർ ആൻഡ് പെർപെൻഡിക്കുലർ ടു ഇറ്റ്സ് പ്ലെയിൻ. മൊമെന്റ് ഓഫ് ഇനേഷ്യ ഓഫ് എ റിംഗ് അബൌട്ട് an axis passing through its center and perpendicular to its plane I is equal to m r square. ഓക്കെ, ഒന്ന് കിട്ടിയ ബാക്കി നമുക്ക് തിയറം വെച്ച് ചെയ്യാന്ന് പറഞ്ഞു. അപ്പൊ നമുക്ക് അടുത്ത കണ്ടുപിടിക്കാൻ പോവാണ് ഡയമീറ്ററിലെ മൊമെന്റ് ഓഫ് ഇനേഷ്യ. നമ്മളെ റിംഗ് എടുത്തു. റിംഗിന്റെ സെന്ററിലൂടെ ആക്സിസിലെ മൊമെന്റ് ഓഫ് ഇനേഷ്യ നമുക്ക് ഓൾറെഡി അറിയാം. എന്താ? I is equal to m r square ആണ് അല്ലേ? നമ്മൾ ഡയമീറ്ററിലെ കാണുന്നത്. ഡയമീറ്റർ ഇപ്പോ ഇങ്ങനെ വരണം. ഇങ്ങനെ റിംഗ് വരക്കാണ്. റിങ്ങിന് ഡയമീറ്റർ വരച്ചാൽ ഇപ്പൊ രണ്ട് ഡയമീറ്റർ വരക്കണം. ഒന്നിങ്ങനെ സെന്ററിലൂടെ പോകണം. ഇപ്പൊ ഡയമീറ്റർ ഒന്നിങ്ങനെ രണ്ട് ഡയമീറ്റർ വരച്ചു. നമുക്കിത് എക്സ് ആക്സ് ആയിട്ടും ഇത് വൈ ആക്സ് ആയിട്ടും എടുക്കാം. Moment of inertia of a ring about any diameter is equal due to symmetry. ഡയമീറ്റർ എങ്ങനെ വരച്ചാലും സിമെട്രി ആണ്. അതുകൊണ്ട് ഒരു ഡയമീറ്ററിലെ മൊമെന്റ് ഓഫ് ഇനേഷ്യ എന്താണോ അത് തന്നെയായിരിക്കും എല്ലാ ഡയമീറ്ററിലും. കാരണം മാസ് ഡിസ്ട്രിബ്യൂഷൻ സെയിം ആ സിമെട്രി കാരണം. ഓക്കെ, അപ്പൊ നമുക്ക് മൊമെന്റ് ഓഫ് ഇനേഷ്യ അബൌട്ട് ഡയമീറ്റർ ഐ ഡി എന്ന് കൊടുക്കാം. അപ്പൊ ഇതിലെ മൊമെന്റ് ഓഫ് ഇനേഷ്യ ഐ ഡി ഐ എക്സ് ഈക്വൽ ടു ഐ ഡി. അതുപോലെ ഇതിലെ മൊമെന്റ് ഓഫ് ഇനേഷ്യ ഐ വൈ ഈക്വൽ ടു അതും ഐ ഡി ആ. ഇനി നമ്മൾ പറയാൻ പോകുന്നതാണ് പെർപെൻഡിക്കുലർ ആക്സിസ് ആണ്. പെർപെൻഡിക്കുലർ ആക്സിസ് എങ്ങനെ വരയ്ക്കാം? ദാ z ആക്സിസ്, അതിലെ മൊമെന്റ് ഓഫ് ഇനേഷ്യ എത്രയാ? അതിലെ മൊമെന്റ് ഓഫ് ഇനേഷ്യ ഐ z ഈക്വൽ ടു എം ആർ സ്ക്വയർ ആണെന്ന് നമുക്ക് കണ്ടുപിടിച്ചു അല്ലേ? അക്കോർഡിംഗ് ടു പെർപെൻഡിക്കുലർ ആക്സിസ് തിയറം ഐ z ഈക്വൽ ടു എന്താ? ix പ്ലസ് ഐ വൈ അല്ലേ? ഇവിടെ ഐ z എന്ന് പറയുന്നത് ഐ ആണ്. ഓക്കെ, നമുക്ക് ഐ എഴുതാം. ഐ എക്സ് എന്ന് പറയുന്നത് എബൌട്ട് ഡയമീറ്റർ ആണ് ഐ ഡി. ഐ വൈ എന്ന് പറയുന്നത് എബൌട്ട് ഡയമീറ്റർ ആണ്. എബൌട്ട് ഡയമീറ്റർ ആണ് ഐ ഡി. അപ്പൊ ഐ ഡി പ്ലസ് ഐ ഡി കിട്ടും. ഐ ഇസ് ഈക്വൽ ടു ഐ ഡി പ്ലസ് ഐ ഡി, ദാറ്റ് ഈസ് 2id. ഐ ഇസ് ഈക്വൽ ടു എന്ത് കിട്ടി? ഐ ഈക്വൽ ടു 2id എന്ന് പറഞ്ഞാൽ ഐ ഡി ഇസ് ഈക്വൽ ടു എന്താ? ഐ ഡി ഈക്വൽ ടു 2 ഇങ്ങോട്ട് എടുക്കുക. ഐ ഇസ് ഈക്വൽ ടു 2id. ഐ ഡി ഈക്വൽ ടു ഐ ബൈ 2. What is I? I is equal to mr square. Substitute ചെയ്യാ. അപ്പോൾ I d equal to mr square by 2 കിട്ടും. mr square by 2. Moment of inertia of a ring about any diameter is equal to mr square by 2. ഏത് തിയറി യൂസ് ചെയ്തു? പെർപെൻഡിക്കുലർ ആക്സിസ് തിയറം. അപ്പോൾ അതിലാണ് നമ്മൾ തിയറം പഠിച്ചത്. ഓക്കെ,
അപ്പോൾ റിങ്ങിന്റെ മൊമെന്റ് ഓഫ് ഇനേഷ്യ സെൻട്രലിലൂടെ പോകുന്ന ആക്സ് mr² ആണെന്ന് അറിഞ്ഞതുകൊണ്ട് നമുക്ക് പിന്നെ ഡയമീറ്ററിലെ മൊമെന്റ് ഓഫ് ഇനേഷ്യ mr²/2 കണ്ടുപിടിച്ച് എങ്ങനെ കിട്ടി ഒന്നുകൂടി നോക്കണം. രണ്ട് ഡയമീറ്റർ വരച്ചപ്പോൾ അത് x ആക്സും y ആക്സും ആയിട്ട് എടുത്തു. അപ്പോൾ ix + iy, ദാറ്റ് ഈസ് ixും id, iy-ഉം id. അപ്പോൾ എന്ത് കിട്ടി? id + id. അതെന്തിന് ഈക്വൽ? iz i ആണ്. ഓൾറെഡി നമുക്കറിയാം. അപ്പോൾ i = id + id 2id എന്ന് കിട്ടും. അപ്പോൾ id = i/2 എന്ന് കിട്ടും. id = എന്ത് കിട്ടും? id = i/2. i എത്ര? mr² കൊടുക്കുക. അപ്പോൾ id = mr²/2. ഇതാണ് മൊമെന്റ് ഓഫ് ഇനേഷ്യ ഓഫ് എ റിംഗ് അബൌട്ട് ആൻ ആക്സിസ് അബൌട്ട് എനി ഡയമീറ്റർ. ഓക്കെ. ഇനി അടുത്ത ഈ റിംഗിന് ഒരു ടാൻജന്റ് വരച്ചു നോക്കാം. പല ആക്സിസ് നമുക്ക് കണ്ടുപിടിക്കാം. അതിനൊന്നും പ്രത്യേക പണിയില്ല, കാരണം ഒന്നും നമുക്കറിയാം. ഞാനിപ്പോൾ ചെയ്യാൻ പോകുന്നത് ഇതിൻ്റെ ഒരു ഡയമീറ്ററിൽ ഇങ്ങനെ ഒരു ഡയമീറ്റർ id നമുക്കറിയാം. ഈ ഡയമീറ്ററിന് പാരലായിട്ട് ഒരു ടാൻജന്റ് വരക്കാം. ടാൻജന്റ് എന്ന് പറഞ്ഞാൽ ഇവിടെ മാത്രം ഇങ്ങനെ ടച്ച് ചെയ്യും. ആ ടാൻജന്റ് സപ്പോസ് എ ബി എന്ന് കൊടുക്കാം. ടാൻജന്റ് എ ബി. ഇതിന്റെ ഡിസ്റ്റൻസ് എന്ന് പറയുന്നതായിരിക്കും r ആയിരിക്കും. റിംഗിന്റെ മാസ് m. മൊമെന്റ് ഓഫ് ഇനേഷ്യ അബൌട്ട് എ ബി അബൌട്ട് എ ടാൻജന്റ് ആണ്. അബൌട്ട് ടാൻജന്റ് എങ്ങനെയുള്ള ടാൻജന്റ്? രണ്ട് രീതിയിൽ ടാൻജന്റ് വരക്കാം. അപ്പൊ പ്രത്യേകം ശ്രദ്ധിക്കണം. എ ടാൻജന്റ് parallel to diameter of a ring. Moment of inertia of a ring about a tangent parallel to the diameter of a ring. അതാണ് ഇപ്പോൾ കണ്ടുപിടിക്കാൻ പോകുന്നത്. ടാൻജന്റ് പാരലൽ ടു ഡയമീറ്റർ. ഓക്കെ. അങ്ങനെയാണെങ്കിൽ ഇത് ഏത് തിയർ ആയിരിക്കും യൂസ് ചെയ്യുക? പാരലൽ എന്ന് പറഞ്ഞാൽ ഏത് തിയർ ആയിരിക്കും? പാരലൽ ആക്സിസ് തിയർ അല്ലേ? എന്താ പാരലൽ ആക്സിസ് തിയറം? i = ICM + ma² അല്ലേ? അത് അപ്ലൈ ചെയ്യാം. അക്കോർഡിംഗ് ടു പാരലൽ ആക്സിസ് തിയറം i = ICM + ma². ഇത് ഓൾറെഡി നമുക്ക് അറിയാം. അതവിടെ മനസ്സിൽ വെച്ചോ. നമ്മൾ ചെയ്യാൻ പോവാം. നമ്മൾ കണ്ടുപിടിക്കാൻ പോകുന്നത് എന്താണ്? IAB മൊമെന്റ് ഓഫ് ഇനേഷ്യ അബൌട്ട് എ ടാൻജന്റ് പാരലൽ ടു ഡയമീറ്റർ IAB = ഇവിടെ ICM എന്താ? സെന്റർ ഓഫ് മാസിലൂടെ കടന്നു പോകുന്ന ഐഡിയൽ അല്ലേ? id സെന്റർ ഓഫ് മാസിലൂടെ അല്ലേ കടന്നു പോകാം. അപ്പോൾ id പ്ലസ് എന്ത് കൊടുക്കണം? mass into square of the distance. a is equal to എന്താ? a is equal to r ആണ്. a is equal to r ആണ്. അപ്പോൾ നമുക്ക് ഇവിടെ കൊടുക്കാം mr². ഇനി id ഓൾറെഡി നമുക്ക് കിട്ടിയതാണ്. id എന്താ? mr²/2. മൊമെന്റ് ഓഫ് ഇനേഷ്യ അബൌട്ട് ഡയമീറ്റർ mr²/2. അതിന്റെ കൂടെ പ്ലസ് mr² ആഡ് ചെയ്തു. എന്താ? mr²/2 പ്ലസ് mr² ആഡ് ചെയ്താൽ mr² ആഡ് ചെയ്യുന്നത് ഇത് 2/2 എന്നാണ് അല്ലേ? mr²/2 പ്ലസ് mr² നമുക്ക് ഇങ്ങനെ എഴുതാം. ഒരേ ഡിനോമിനേറ്റർ വരണം. 2/2 mr² എന്ന് എഴുതാം. ഇനി ആഡ് ചെയ്യാം. ഇത് 1 mr², ഇത് 2 mr² ആകുമ്പോൾ 3 mr². അപ്പോൾ 3 mr²/2 എന്ന് കിട്ടും. ഓക്കെ. അറിയാത്തവർക്ക് വേണ്ടി കാണിച്ചാണ്. അപ്പോൾ നമുക്ക് എന്താ കിട്ടുക? 3/2 mr² എന്ന് പറഞ്ഞാൽ ഹാഫ് പ്ലസ് 1 = 3/2 എന്ന് ഓൾറെഡി അറിയാം. അപ്പോൾ മൊമെന്റ് ഓഫ് ഇനേഷ്യ ഓഫ് എ ടാൻജന്റ് i = 3/2 mr². അപ്പോൾ റിംഗിന്റെ ഡയമീറ്ററിന് പാരലൽ ആയിട്ടുള്ള ടാൻജന്റിലെ മൊമെന്റ് ഓഫ് ഇനേഷ്യ 3/2 mr² ആയിരിക്കും. ഏത് തിയറം യൂസ് ചെയ്തു? പാരലൽ ആക്സിസ് തിയറം. ഓക്കെ. പരീക്ഷയ്ക്ക് ക്വസ്റ്റ്യൻ ചോദിക്കൽ മിക്കവാറും ഇങ്ങനെയാണ്. നിങ്ങൾക്ക് ഒരു മൊമെന്റ് ഓഫ് ഇനേഷ്യ ചിലപ്പോൾ തരും. എന്നിട്ട് ഇതുപോലെ ഫിഗർ ആയിട്ട് ഫൈൻഡ് ദ മൊമെന്റ് ഓഫ് ഇനേഷ്യ യൂസ് തിയറം. ഏത് തിയറം അവിടെ അപ്ലൈ ചെയ്യണം എന്ന് അറിയണം. ഓക്കെ. വേറെ ഒന്നും കൂടി കാണിച്ചാൽ ഇതേപോലെ ടാൻജന്റ് നമ്മൾ ഇങ്ങനെ ഞാനിപ്പോൾ ടാൻജന്റ് വരക്കണം എന്നുള്ളത് ഇതിന്റെ സെൻട്രലിലൂടെ പെർപെൻഡിക്കുലർ ആക്സിസ് വരച്ചിട്ട് അതിന് പാരലൽ ആയിട്ടൊരു ടാൻജന്റ് വരക്കാം. ഡിസ്റ്റൻസ് ആണ്. ഇവിടെ ടാൻജന്റ് എഴുതി. ഇവിടെ മൊമെന്റ് ഓഫ് ഇനേഷ്യ ICM ആണ്. മൊമെന്റ് ഓഫ് ഇനേഷ്യ എന്താ കിട്ടുക? ഏത് തിയറം യൂസ് ചെയ്യുക? പാരലൽ ആക്സിസ് തിയറം തന്നെ. അപ്പോൾ ICM പ്ലസ് ma². ICM എത്ര? ഇവിടെ
പെർപെൻഡിക്കുലർ ആക്സിസ് ആണ്. അപ്പോൾ എം ആർ സ്ക്വയർ ഡയമീറ്റർ ആണ് എം ആർ സ്ക്വയർ ബൈ 2 ഉണ്ടായിരുന്നു. അപ്പോൾ ബൈ 2 ഇല്ല. പ്ലസ് എം എ സ്ക്വയർ എന്തായി ആർ സ്ക്വയർ. എം ആർ സ്ക്വയർ പ്ലസ് എം ആർ സ്ക്വയർ എന്ന് കിട്ടി 2mr സ്ക്വയർ. അപ്പോൾ ടാൻജന്റ് ചോദിച്ചാൽ ഏത് ടാൻജന്റ് ആണ് പ്രത്യേകം ശ്രദ്ധിക്കുക. ഓക്കെ, ടാൻജന്റ് ഡയമീറ്റർ പാരലായിട്ട് വരക്കാം, അല്ലെങ്കിൽ ഇവിടെ ഇങ്ങനെ പാരലായിട്ട് നമുക്ക് വരക്കാം. ദാറ്റ് ഈസ് ദ ഡിഫറൻസ്. ക്ലിയർ ആണോ? അപ്പോൾ റിംഗിന്റെ മൊമെന്റ് ഓഫ് ഇനേഷ്യ നമുക്ക് എന്തൊക്കെയാണ് കിട്ടിയത്? റിംഗിന്റെ മൊമെന്റ് ഓഫ് ഇനേഷ്യ ഒന്ന് പെർപെൻഡിക്കുലർ ആക്സിസ് തിയറം അല്ല പെർപെൻഡിക്കുലർ ആക്സിസ് മൊമെന്റ് ഓഫ് ഇനേഷ്യ. ഇതാണ് നമ്മുടെ ജനറൽ ആയിട്ടുള്ള ഇക്വേഷൻ. ഏറ്റവും കൂടുതൽ ഉപയോഗിക്കുന്നതാണ് എം ആർ സ്ക്വയർ. അതിന് വെറും ഐ എന്ന് എഴുതിയാൽ മതി, ടാൻജന്റ് ഒന്നല്ല. ഓക്കെ, അപ്പോൾ ഐ ഇസ് ഈക്വൽ ടു റിംഗിന്റെ മൊമെന്റ് ഓഫ് ഇനേഷ്യ എം ആർ സ്ക്വയർ ആണ്. ഇനി അത് കഴിഞ്ഞിട്ട് പഠിച്ചതാണ് എബൌട്ട് ഡയമീറ്റർ ഐ ഡി. അത് എത്രയാ? എം ആർ സ്ക്വയർ ബൈ 2 ആണ്. പിന്നെ പഠിച്ചത് ടാൻജന്റ് എബൌട്ട് പാരലൽ ടു ഡയമീറ്റർ ആണ്. പാരലൽ ടു ഡയമീറ്റർ എന്താ കിട്ടുക? 3/2 എം ആർ സ്ക്വയർ ആണ്. പിന്നെ ഇപ്പോൾ കിട്ടിയിരിക്കുന്നത് ഇങ്ങനെ ടാൻജന്റ് വരച്ചാൽ 2mr സ്ക്വയർ. അപ്പോൾ ഇവിടെ എന്താ പ്രത്യേകത? നമ്മൾ എടുത്താൽ റിംഗ് ഒക്കെ ഒന്ന് തന്നെയാണ്, പക്ഷെ അതിൻ്റെയൊക്കെ മൊമെന്റ് ഓഫ് ഇനേഷ്യ ഡിഫറെൻ്റ് ആണ്. അതാണ് പറയുന്നത് ഇനേഷ്യ ഡിപെൻഡ്സ് ഓൺലി മാസ് ഓഫ് ദ ബോഡി, ബട്ട് മൊമെന്റ് ഓഫ് ഇനേഷ്യ ഡിപെൻഡ്സ് മാസ് ആൻഡ് ഡിസ്ട്രിബ്യൂഷൻ ഓഫ് മാസ്. ദാറ്റ്സ് ദ ഡിഫറൻസ്. ക്ലിയർ? യെസ്. നെക്സ്റ്റ് നമ്മൾ ഒരു ഡിസ്കിന്റെ മൊമെന്റ് ഓഫ് ഇനേഷ്യ ആണ്. റിംഗിന്റെ നമ്മൾ കണ്ടു. റിംഗിന്റെ ആക്സിസ് പാസിംഗ് ത്രൂ ഇറ്റ്സ് സെന്റർ ആൻഡ് പെർപെൻഡിക്കുലർ ഇറ്റ്സ് പ്ലെയിൻ ആണ് എം ആർ സ്ക്വയർ കണ്ടുപിടിച്ച. അത് ഉപയോഗിച്ചുകൊണ്ട് ഡയമീറ്ററിലും പിന്നെ ടാൻജന്റിലൊക്കെ കണ്ടുപിടിച്ചു. തിയറംസ് ഓഫ് പാരലൽ ആക്സിസും പെർപെൻഡിക്കുലർ ആക്സിസും ഉപയോഗിച്ച് ഏത് തിയറം എവിടെ അപ്ലൈ ചെയ്യും എന്നൊക്കെ പ്രത്യേകം നോട്ട് ചെയ്യുക. എക്സാമിന് സ്ഥിരമായിട്ട് ചോദിക്കുന്ന ക്വസ്റ്റ്യൻ ആണ് തിയറവും അതിൻ്റെ അപ്ലിക്കേഷനും. ഓക്കെ, നെക്സ്റ്റ് പഠിക്കാൻ പോകുന്നത് മൊമെന്റ് ഓഫ് ഇനേഷ്യ ഓഫ് എ സർക്കുലർ ഡിസ്ക് ആണ്. ഡിസ്കും റിംഗും തമ്മിലുള്ള വ്യത്യാസം എന്താ? റിംഗ് ആ പെരിഫറി മാത്രമേ ഉള്ളൂ. ഡിസ്ക് എന്ന് പറയുന്നത് ആ പ്ലെയിനും കൂടി നമുക്ക് ഉണ്ടാവും അല്ല, പ്ലെയിനും കൂടി ഉണ്ടാവും. ഇങ്ങനെ ഒരു പ്ലെയിനും കൂടി ഉണ്ടാവും. ഓക്കെ, അപ്പോൾ ഇത് മാസ് ഡിസ്ട്രിബ്യൂഷൻ മാറിയിട്ടുണ്ട്, അതുകൊണ്ട് മൊമെന്റ് ഓഫ് ഇനേഷ്യ ഡിഫറെൻ്റ് ആയിരിക്കും. നമുക്കൊന്ന് കണ്ടുപിടിച്ച് നോക്കാം ഇങ്ങനെയുള്ളൊരു ഡിസ്കിന്റെ മൊമെന്റ് ഓഫ് ഇനേഷ്യ. ഓക്കെ, നമ്മൾ ഒരു ഡിസ്ക് എടുത്തു. ഇതിലും കണ്ടുപിടിക്കാൻ പോകുന്നത് ആക്സിസ് പെർപെൻഡിക്കുലർ ടു ഇറ്റ്സ് പ്ലെയിൻ ആൻഡ് പാസിംഗ് ത്രൂ സെന്റർ. ഒരു ഡിസ്കിന്റെ സെന്ററിലൂടെ ഇങ്ങനെ ഒരു ആക്സിസ് വെച്ചിട്ട് ഇതിങ്ങനെ റൊട്ടേറ്റ് ചെയ്യുമ്പോൾ അതിന്റെ മൊമെന്റ് ഓഫ് ഇനേഷ്യ എത്രയാണ്? ഈ ആക്സിൽ ഇതിങ്ങനെ റൊട്ടേറ്റ് ചെയ്യുമ്പോൾ മൊമെന്റ് ഓഫ് ഇനേഷ്യ എത്രയാണ്? അതാണ് കണ്ടുപിടിക്കാൻ പറ്റുന്നത്. മൊമെന്റ് ഓഫ് ഇനേഷ്യ ഓഫ് എ ഡിസ്ക് about an axis passing through its center and perpendicular to its plane. നമുക്ക് ഡിസ്കിന് സപ്പോസ് എം മാസ് ഉള്ള ആ റേഡിയസ് ഉള്ള ഒരു ഡിസ്ക് ആണ് ഞാൻ എടുത്തിരിക്കുന്നത്. ക്യാപിറ്റൽ എം മാസ് ഉള്ള ക്യാപിറ്റൽ ആർ റേഡിയസ് ഉള്ള ഒരു ഡിസ്ക് ആണ്. എബൌട്ട് ആക്സിസ് എ ബി മൊമെന്റ് ഓഫ് ഇനേഷ്യ കാണാൻ പോവാണ്. ഈ ഡിസ്കിനെ നമ്മൾ കുറേ റിംഗ് ആക്കാലോ അല്ലേ? കുറേ റിങ്ങുകൾ ഇങ്ങനെ ചേർത്ത് വെച്ച് നമുക്ക് ഡിസ്ക് ഉണ്ടാക്കാം. ഓക്കെ, കുറേ റിംഗ് ആയിട്ട് നമ്മൾ പരിഗണിക്കാം. റിംഗിന്റെ റേഡിയസ് ഇവിടെ സെൻട്രൽ 0 ആണ്, പെരിഫറിയിലേക്ക് 6 ആണ്. അപ്പൊ 0 മുതൽ 6 വരെ റേഡിയസ് ചേഞ്ച് ചെയ്യുന്ന കുറേ റിങ്ങുകൾ ചേർന്നാണ്, കോൺസെൻട്രേറ്റ് റിങ്സ് ചേർന്നാണ് ഒരു ഡിസ്ക് എന്ന് അസ്യൂം ചെയ്തുകൊണ്ടാണ് നമ്മൾ ഡിസ്കിന്റെ മൊമെന്റ് ഓഫ് ഇനേഷ്യ കാണാൻ പോകുന്നത്. ഓക്കെ, അങ്ങനെയുള്ള കോൺസെൻട്രേറ്റ് റിങ്ങില് ഒന്ന് ഞാനിവിടെ എത്തിരിക്കുകയാണ്. എക്സ് റേഡിയസ് ഉണ്ട്, എക്സ് റേഡിയസ് ഉള്ള ഒരു റിങ് ഞാൻ എടുത്തു. ആ എക്സ് റേഡിയസ് ഉള്ള റിങ്ങിന്റെ തിക്നെസ് എന്ന് പറയുന്നത് dx ആണ്, ds തിക്നെസ്. ഓക്കെ, നമുക്ക് ഡിസ്കിന്റെ മാസ് പെർ യൂണിറ്റ് ഏരിയ ആദ്യം ഇല്ല. മാസ് പെർ യൂണിറ്റ് ഏരിയ ഓഫ് ദി ഡിസ്ക് ഈക്വൽ ടു mass of the disk by area of the disk. Area of the disk എന്ന് പറഞ്ഞാൽ mass of the disk m ആണ്. area of the disk എന്ന് പറഞ്ഞാൽ എത്രയാ? area of the disk equal to pi r square അല്ലേ? ഡിസ്കിന്റെ ഏരിയ r റേഡിയസ് ആണ് pi r square. ഈ m by pi r square നമുക്ക് ഇവിടെ കാണാം. എന്തിനാന്ന് വെച്ചാൽ
ഈ മാസ് പെർ യൂണിറ്റ് ഏരിയ കൊണ്ട് നമ്മൾ ഏത് ഏരിയനെ ഗുണിച്ചാലും അതിന്റെ മാസ് കിട്ടും. ഓക്കെ, സപ്പോസ് ആ റിംഗിൽ നിന്ന് ഞാൻ എടുത്തിരിക്കുന്ന ആ ഡിസ്കിൽ നിന്ന് എടുത്ത ഒരു റിംഗ് ആണ് ഈ റിംഗ്. ഇതിന്റെ മാസ് എനിക്ക് കിട്ടണമെങ്കിൽ ഈ m/πr² ഇതിന്റെ ഏരിയ കൊണ്ട് ഗുണിച്ചാൽ മതി. ഈ എലമെന്റ് dx വിഡ്ത്തുള്ള x റേഡിയസ് ഉള്ള ഈ റിംഗിന്റെ മാസ് കിട്ടണമെങ്കിൽ മാസ് പെർ യൂണിറ്റ് ഏരിയ m/πr² കൊണ്ട് ഇതിന്റെ ഏരിയ ഗുണിച്ചാൽ മതി. ഇതിന്റെ ഏരിയ എങ്ങനെ കണ്ടുപിടിക്കും? ഏരിയ ഓഫ് ദി റിംഗ്, x റേഡിയസ് ഉള്ള റിംഗിന്റെ ഏരിയ, ഇതിന്റെ ഏരിയ, ഇതിന്റെ വിഡ്ത്ത് എത്രയാ? x അല്ലേ? ഇതിന്റെ പെരിഫറി എടുത്താൽ നമ്മൾ ഇതിനിങ്ങനെ കട്ട് ചെയ്ത് കഴിഞ്ഞാൽ നമുക്ക് കിട്ടുന്നത് ഇങ്ങനെ ഒരു ഷേപ്പ് അല്ലേ? ഇതിങ്ങനെ നിവർത്തി വെച്ചാൽ ഒരു റെക്ടാങ്കിൾ ആണ്. അപ്പൊ ഏരിയ കാണാൻ എളുപ്പമാണ്. ഈ എക്സിന് ഇതിന്റെ പെരിഫറി എന്ന് പറഞ്ഞാൽ എത്രയാ? ഇതിന്റെ ചുറ്റളവ് 2πx അല്ല? എക്സ് റേഡിയസ് ആവുമ്പോൾ എക്സ് റേഡിയസ് ഉള്ള ഇതിന്റെ പെരിഫറി, ഇതിന്റെ ലെങ്ത് ചുറ്റളവ് എത്രയാ? 2πx. ഈ 2πx കൊണ്ട് ഇതിന്റെ വെടുത്ത് x ഗുണിച്ചാൽ മതി. അപ്പൊ 2πx into dx. ഓക്കെ, 2πx into dx ആണ് ഇതിന്റെ ഏരിയ. അത്രയാണ് നമ്മളിപ്പോ കണ്ടുപിടിച്ചെന്നാ. ഈ ഡിസ്കിന്റെ ഒരു ചെറിയ പോർഷൻ എടുത്തു, അല്ലെങ്കിൽ ഒരു റിംഗ് എടുത്തു, ആ റിംഗിന്റെ ഏരിയ കണ്ടുപിടിച്ചു. റിംഗിന്റെ നമ്മുടെ തിക്നെസ് dx ഉം റേഡിയസ് x ഉം ആണെങ്കിൽ 2πx into dx ആണ്. ഈ 2πx into dx നിങ്ങൾ മാസ് പെർ യൂണിറ്റ് ഏരിയ കൊണ്ട് ഗുണിച്ചാൽ മാസ് ഓഫ് ദ റിംഗ് കിട്ടും. അപ്പൊ മാസ് ഓഫ് ദ റിംഗ് എത്രയാണ്? മാസ് ഓഫ് ദ റിംഗ് ഈക്വൽ ടു m/πr² into മാസ് പെർ യൂണിറ്റ് ഏരിയ into ഈ ഏരിയ 2πx dx. ഇതിനെ നമുക്ക് ചെറുതാക്കാം. എന്താക്കാം? ഈക്വൽ ടു പൈ വെട്ടിപ്പോകും 2m/r² into x dx. ഓക്കെ, റിംഗിന്റെ മാസ് കിട്ടിയാൽ നമുക്ക് അതിന്റെ മൊമെന്റ് ഓഫ് ഇനേഷ്യ ആണ്. മൊമെന്റ് ഓഫ് ഇനേഷ്യ ഓഫ് റിംഗ് ആണ് ചെയ്യാൻ പറ്റുന്നത്. മൊമെന്റ് ഓഫ് ഇനേഷ്യ ഓഫ് റിംഗ് ഈക്വൽ ടു മാസ് ഓഫ് ദ റിംഗ് ഇൻറ്റു മാസ് ഓഫ് ദ റിംഗ് ഇൻറ്റു റേഡിയസ് സ്ക്വയർ. റേഡിയസ് സ്ക്വയർ മാസ് ഓഫ് ദ റിംഗ് കണ്ടുപിടിച്ചു. ഓക്കെ, അപ്പൊ സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്യാം. 2m/r² into x dx മാസ് ഇൻറ്റു റേഡിയസ് സ്ക്വയർ. റേഡിയസ് x ആണല്ലോ, അപ്പൊ x സ്ക്വയർ. ഇതിന് നമുക്ക് എങ്ങനെ എഴുതാം? 2m/r² x into x square x³ dx. ഇതാണ് മൊമെന്റ് ഓഫ് ഇനേഷ്യ ഓഫ് റിംഗ് കിട്ടിയത്. അപ്പൊ നമ്മൾ റിംഗ് കണ്ടുപിടിച്ചാൽ ഡിസ്ക് കിട്ടാൻ എളുപ്പമാണ്. കാരണം എന്താ? ഈ ഡിസ്ക് ഉണ്ടാക്കിയിരിക്കുന്നത് 0 മുതൽ നമ്മുടെ ഫിഗർ നോക്ക്, 0 മുതൽ 6 റേഡിയസ് വരെയുള്ള റിംഗുകൾ ചേർത്ത് വെച്ചാണ്. അപ്പോൾ ഓരോ റേഡിയസ് ഉള്ള റിംഗിന്റെയും മൊമെന്റ് ഓഫ് ഇനേഷ്യ കണ്ട് കൂട്ടി വന്നാൽ മതി. അങ്ങനെ കൂട്ടുന്നതിന് നമ്മൾ ചെയ്യുന്നത് എന്താ? ഇന്റഗ്രേറ്റ് ചെയ്യും. ഇന്റഗ്രേറ്റ് ചെയ്താൽ മതി. അപ്പൊ ഇന്റഗ്രേറ്റ് ചെയ്യാൻ ലിമിറ്റ് കൊടുക്കണം. ഇന്റഗ്രേഷൻ നിങ്ങൾ ഓൾറെഡി കേട്ടിട്ടുണ്ടല്ലോ വർക്ക് എനർജിയിൽ. അപ്പൊ ഇന്റഗ്രേഷൻ കൊടുക്കണമെങ്കിൽ നമ്മൾ 0 മുതൽ 6 റേഡിയസ് വരെ നമ്മൾ എന്ത് ചെയ്യാം? ഇന്റഗ്രേറ്റ് ചെയ്യാം. ഓക്കെ, റിംഗിന്റെ മൊമെന്റ് ഓഫ് ഇനേഷ്യ ഈ 0 മുതൽ 6 വരെ ഇന്റഗ്രേറ്റ് ചെയ്താൽ നമുക്ക് ഡിസ്കിന്റെ മൊമെന്റ് ഓഫ് ഇനേഷ്യ കിട്ടും. അപ്പൊ നമ്മളിവിടെ എവിടെ എത്തിയിരിക്കുന്നത്? മൊമെന്റ് ഓഫ് ഇനേഷ്യ ഓഫ് ദ റിംഗ് നമുക്ക് കിട്ടിയിരിക്കുന്നത് എത്രയാണ്? 2m/r² x³ dx എന്ന് നോക്കിക്കോ. മൊമെന്റ് ഓഫ് ഇനേഷ്യ ഓഫ് ദി ഡിസ്ക് ഈക്വൽ ടു ഇന്റഗ്രൽ 0 മുതൽ 6 വരെ റേഡിയസ് ആണ് അവിടെ മാറുന്നത്. റിംഗിന്റെ ഓരോ റിംഗിന്റെയും മാറുന്നത് റേഡിയസ് ആണ്. 0 മുതൽ 6 വരെ മാറും. റിംഗിന്റെ മൊമെന്റ് ഓഫ് ഇനേഷ്യ 2m/r² x³ dx. ഇത് ചെയ്താൽ മതി. ഇത് ചെയ്യാനുള്ള ഇന്റഗ്രേഷൻ പഠിച്ചിട്ടുണ്ട്. അപ്പൊ ചെയ്യാൻ എളുപ്പമാണ്. എങ്ങനെ ചെയ്യാം? 2m/r² കോൺസ്റ്റന്റ് ആണ്. 2m/r² പുറത്തേക്ക് എടുത്തു.
ആരെ ഇൻ്റഗ്രേറ്റ് ചെയ്യണം? ഇൻ്റഗ്രൽ 0 മുതൽ r വരെ ആരെ ഇൻ്റഗ്രേറ്റ് ചെയ്യണം? എക്സ് ക്യൂബ് ഡി എക്സിന് ഇൻ്റഗ്രേറ്റ് ചെയ്യണം. എക്സ് ക്യൂബ് ഡി എക്സ് ഇൻ്റഗ്രേറ്റ് ചെയ്താൽ എന്താ? യെസ്, എക്സ് ക്യൂബ് എക്സ് റൈസ് ടു n ഇൻ്റഗ്രേറ്റ് ചെയ്യുക. ഇൻ്റഗ്രൽ എക്സ് റൈസ് ടു n ഡി എക്സ് ഈക്വൽ ടു എക്സ് റൈസ് ടു n പ്ലസ് 1 ബൈ n പ്ലസ് 1 ആണ്. അത്രയേ ഉള്ളൂ. അപ്പോൾ ഇത് വെച്ച് നമ്മൾ ഇൻ്റഗ്രേറ്റ് ചെയ്താൽ 2m ബൈ ആർ സ്ക്വയർ ഇൻറ്റു എസ് എക്സ് റൈസ് ടു 4 ബൈ 4 n 3 ആണ്. അപ്പോൾ 3 പ്ലസ് 1 എക്സ് റൈസ് ടു 4 ബൈ 4. ഇനി ലിമിറ്റ് കൊടുത്തില്ല, നമ്മൾ ബ്രാക്കറ്റ് എടുത്ത് ഈ പുറത്തെ ബ്രാക്കറ്റിൻ്റെ ലിമിറ്റ് അവിടെ എനിക്ക് കൊടുക്കാം 0 to r. ഇനി നമ്മൾ ലിമിറ്റ് കൊടുക്കുക 2m ബൈ ആർ സ്ക്വയർ അങ്ങനെ തന്നെ എഴുതാം. 2m ബൈ ആർ സ്ക്വയർ ഈ അപ്പർ ലിമിറ്റ് ആദ്യം കൊടുക്കാം. അപ്പോൾ r റൈസ് ടു 4 വരും. മൈനസ് ലോവർ ലിമിറ്റ് കൊടുക്കുക 0 ഡിവൈഡഡ് ബൈ 4. ഈ 0 എഴുതിയിട്ടില്ലെങ്കിൽ കുഴപ്പമില്ല. ഓക്കെ, നമുക്ക് ഫസ്റ്റ് മനസ്സിലാക്കാൻ വേണ്ടി എഴുതിയതാണ്. അപ്പോൾ 0 ഒഴിവാക്കാം. അപ്പോൾ നമുക്ക് മൊമെന്റ് ഓഫ് ഇനേഷ്യ ഓഫ് ദ ഡിസ്ക് കിട്ടി കഴിഞ്ഞാൽ 2m ബൈ ആർ സ്ക്വയർ ഇൻറ്റു r റൈസ് ടു 4 ബൈ 4. റെഡ്യൂസ് ചെയ്യാം. 2 4 ഇവിടെ 2 ആവും. ആർ സ്ക്വയർ ഇവിടെ r റൈസ് ടു 4 എത്രയാവും? r സ്ക്വയർ ആകും. അപ്പോൾ mr സ്ക്വയറും ബൈ ഒരു 2 ഉണ്ട്. mr സ്ക്വയർ ബൈ 2 റെഡ്യൂസ് ചെയ്താൽ നമുക്ക് എന്താ? mr സ്ക്വയർ ബൈ 2. അപ്പോൾ നമുക്ക് മൊമെന്റ് ഓഫ് ഇനേഷ്യ ഓഫ് ദ ഡിസ്ക് അബൌട്ട് എ ആക്സിസ് പെർപെൻഡിക്കുലർ ടു ഇറ്റ്സ് പ്ലെയിൻ എന്ത് കിട്ടി? IAB ഈക്വൽ ടു IAB equal to mr square by 2. Okay, ഈ ഡെറിവേഷൻ പഠിക്കാൻ പറ്റുകയാണെങ്കിൽ പഠിക്കാം. ഓക്കെ, അങ്ങനെ ചോദിക്കാറില്ല നമുക്ക്, പക്ഷേ ഇക്വേഷൻ നിർബന്ധമായിട്ട് അറിഞ്ഞിരിക്കണം. കാരണം ബാക്കി മൊമെന്റ് ഓഫ് ഇനേഷ്യ ഇത് വെച്ചാണ് കണ്ടുപിടിക്കുന്നത്. ഓക്കെ, ഡെറിവേഷൻ പഠിച്ചാൽ നല്ലതാണ്. ഒരു വട്ടം നന്നായിട്ട് നോക്കിയാൽ നമുക്ക് കിട്ടും. ആദ്യം ചെയ്തത് മാസ് പെർ യൂണിറ്റ് ഏരിയ കാണുന്നു, ടോട്ടൽ മാസ് ബൈ ടോട്ടൽ ഏരിയ. ആ മാസ് പെർ യൂണിറ്റ് ഏരിയ ഇൻറ്റു ആ റിങ്ങിൻ്റെ ഏരിയ ചെയ്താൽ റിങ്ങിൻ്റെ മാസ് കിട്ടും. റിങ്ങിൻ്റെ റേഡിയസിൻ്റെ സ്ക്വയർ കൊണ്ട് ഗുണിച്ചാൽ റിങ്ങിൻ്റെ മൊമെന്റ് ഓഫ് ഇനേഷ്യ കിട്ടും. റിങ്ങിൻ്റെ മൊമെന്റ് ഓഫ് ഇനേഷ്യ ഇൻ്റഗ്രേറ്റ് ചെയ്താൽ ഡിസ്കിൻ്റെ മൊമെന്റ് ഓഫ് ഇനേഷ്യ കിട്ടും. അതാണ് I is equal to mr square by 2. ക്ലിയർ ആണോ? ഒരു ഡിസ്കിൻ്റെ മൊമെന്റ് ഓഫ് ഇനേഷ്യ നമുക്ക് കിട്ടിയല്ലോ. ഡിസ്കിൻ്റെ മൊമെന്റ് ഓഫ് ഇനേഷ്യ about an axis passing through its center and perpendicular to its plane ആണ് നമ്മൾ കണ്ടുപിടിച്ചിരിക്കുന്നത്. അങ്ങനെയാണെങ്കിൽ about ഡയമീറ്റർ നമുക്ക് കാണണ്ടേ? about ഡയമീറ്റർ ആരുടെ കേസാ? ഡിസ്കിൻ്റെ കേസ്. ഇത് റിങ് ചെയ്തുകൊണ്ട് ഇനി പ്രത്യേകിച്ച് പഠിക്കാനൊന്നുമില്ല. റിങ് പോലെ തന്നെ എടുത്താൽ മതി. അപ്പോൾ about ഡയമീറ്റർ ഡിസ്കിലും എല്ലാ ഡയമീറ്ററും സിമെട്രിക് ആണ്. മാസ് ഡിസ്ട്രിബ്യൂഷൻ ഒരുപോലെ ആയിരിക്കും. അപ്പം നമ്മൾ അവിടെ 2 ഡയമീറ്റർ എടുക്കുകയാണ്. 2 ഡയമീറ്റർ, ഒന്ന് എക്സ് ആക്സിസ് ആയിട്ട് എടുക്കാം, ഒന്ന് വൈ ആക്സിസ് ആയിട്ട് എടുക്കാം. അതിൻ്റെ മൊമെന്റ് ഓഫ് ഇനേഷ്യ ഐഡിയും ഇതിൻ്റെ മൊമെന്റ് ഓഫ് ഇനേഷ്യ ഐഡിയും. ഓക്കെ, അപ്പോൾ ടോട്ടൽ മൊമെന്റ് ഓഫ് ഇനേഷ്യ നമുക്ക് കിട്ടണമെങ്കിൽ സെൻട്രലിലൂടെയുള്ള മൊമെന്റ് ഓഫ് ഇനേഷ്യ നമുക്കറിയാം. z ആക്സിസ് പെർപെൻഡിക്കുലർ ആയിട്ട് എത്രയാ? I is equal to ഇപ്പൊ കണ്ടുപിടിച്ച mr square by 2 ആണ്. ഏത് തിയറം യൂസ് ചെയ്യും? യെസ്, പെർപെൻഡിക്കുലർ ആക്സിസ് തിയറം. അപ്പോൾ ഫിഗർ വരക്കണം എങ്ങനെ എന്നിട്ട് പറയാം. അക്കോർഡിംഗ് ടു പെർപെൻഡിക്കുലർ ആക്സിസ് തിയറം I z equal to according to perpendicular axis theorem I z equal to ix plus iy iz നമ്മൾ എന്ത് കൊടുക്കാം? I എന്ന് കൊടുക്കാം, ix id എന്ന് കൊടുക്കാം, iy id എന്ന് കൊടുക്കാം. അപ്പോൾ എന്ത് കിട്ടും? I is equal to 2id. അപ്പോൾ id equal to എന്ത് കിട്ടും? id equal to i by 2. I എത്രയാ? mr square by 2. ഈ mr square by 2 നെ വീണ്ടും എന്ത് ചെയ്യാം? by 2 ചെയ്യാം, ഡിവൈഡഡ് by 2. ഇത്രയേ ഉള്ളൂ വ്യത്യാസം. ദാറ്റ് ഈസ് mr square by 4 വരും. mr square by 4 ഇത് കമ്പയർ ചെയ്യാം. ഡിസ്കിന്റെ മൊമെന്റ് ഓഫ് ഇനേഷ്യ അബൌട്ട് ഡയമീറ്റർ mr square by 2 ആണ്. റിങ്ങിന്റെ അല്ല ഡിസ്ക് എത്തിയപ്പോൾ mr square by 4 ആയി.
റിംഗിന്റെ മൊമെന്റ് ഓഫ് ഇനേഷ്യ അബൌട്ട് പെർപെൻഡിക്കുലർ ആക്സിസ് ആയിരുന്നു mr², ഡിസ്കിലെത്തിയപ്പോൾ അത് mr²/2 ആയി. അതുപോലെ ഡയമീറ്ററിലെത്തിയപ്പോൾ വീണ്ടും അതിന്റെ പകുതിയായി mr²/4 ആയി. ഇതാണ് വ്യത്യാസം. ഓക്കെ, അപ്പോൾ ഡയമീറ്റർ കണ്ടുപിടിക്കണമെങ്കിൽ ഈ ഫിഗർ വരയ്ക്കാം അക്കോർഡിംഗ് ടു പെർപെൻഡിക്കുലർ ആക്സിസ് തിയറം എന്ന് എഴുതിയിട്ട് നമുക്ക് ചെയ്യാം. ഇതുപോലെ നിങ്ങൾക്ക് എന്ത് ചെയ്യാം, എബൌട്ട് ടാൻജന്റ് വരയ്ക്കാം. എബൌട്ട് ടാൻജന്റ് നേരത്തെ പറഞ്ഞ പോലെ 2 ടാൻജന്റ് വരയ്ക്കാം. ഒന്ന് ഇതാ ഡയമീറ്ററിന് പാരലൽ ആയിട്ടുള്ള ടാൻജന്റ് AB, ഡയമീറ്ററിന് പാരലൽ ആയിട്ടുള്ള ടാൻജന്റ് ആണെങ്കിൽ രണ്ടിലും തിയറം ഏതാണ്? പാരലൽ ആക്സിസ് തിയറം ആണ് ടാൻജന്റില് അല്ലേ? പാരലൽ ആക്സിസ് തിയറം അനുസരിച്ച് IAB ICM പ്ലസ് MA² ആണ്. ICM പ്ലസ് MA² ആണ്. A എന്ന് പറയുന്നത് റേഡിയസ് R ആണ്. ദാറ്റ് ഈസ് ICM ഇവിടെ എന്താണ്? ID ആണ്. ID പ്ലസ് MR². ID നമുക്ക് നേരത്തെ കിട്ടി mr²/4. അപ്പോൾ mr²/4 പ്ലസ് mr². mr²/4 പ്ലസ് mr² മേടിക്കാം. 5/4 mr² എന്ന് കിട്ടും. അതൊരു ഡിസ്കിന്റെ മൊമെന്റ് ഓഫ് ഇനേഷ്യ അബൌട്ട് ടാൻജന്റ് പാരലൽ ടു ഡയമീറ്റർ എന്തായിരിക്കും? 5/4 mr² ആയിരിക്കും. ഓക്കെ, ഇതേപോലെ നിങ്ങൾ ടാൻജന്റ് പെർപെൻഡിക്കുലർ ആക്സിസിന് പാരലൽ ആയിട്ടുള്ള ടാൻജന്റ് എടുക്കുകയാണെങ്കിൽ ഇങ്ങനെയുള്ള ആക്സാണ്, ഇങ്ങനെയുള്ള ആക്സിലാണ് ടാൻജന്റ് എടുക്കുന്നതെങ്കിൽ അവിടെ അക്കോർഡിംഗ് ടു പാരലൽ ആക്സിസ് തിയറം I = എങ്ങനെ എഴുതാം? mr²/2 ആണ് സെന്റർ ഓഫ് മാസ്. ഫസ്റ്റ് പഠിച്ചതാണ് mr²/2 പ്ലസ് mr² ചെയ്യാം. = കിട്ടും 3/2 mr². ഓക്കെ, അപ്പോൾ ടാൻജന്റ് പെർപെൻഡിക്കുലർ ആക്സിസിന് പാരലൽ ആണെങ്കിൽ 3/2 mr² ആണ് കിട്ടുക. ഓക്കെ, ഒന്നും കാണാതെ പഠിക്കേണ്ട ആവശ്യമില്ല. ഈ തിയറം യൂസ് ചെയ്യുന്നത് അപ്ലൈ ചെയ്യുന്നത് പഠിച്ചാൽ മാത്രം മതി. ക്ലിയർ ആണല്ലോ? ഓക്കെ, അപ്പോൾ ഇതാണ് ഡിസ്കിന്റെ മൊമെന്റ് ഓഫ് ഇനേഷ്യ. അപ്പോൾ ഡിസ്കിന്റെ മൊമെന്റ് ഓഫ് ഇനേഷ്യ നമുക്ക് കിട്ടിയിരിക്കുന്നത് എങ്ങനെയൊക്കെയാ? ഡിസ്കിന്റെ പെർപെൻഡിക്കുലർ ആക്സിസിൽ mr²/2 ആണ് കിട്ടിയിരിക്കുന്നത്. അത് റിംഗിൽ mr² ആയിരുന്നു അല്ലേ? ഡയമീറ്ററിൽ കിട്ടിയിരിക്കുന്നത് mr²/4 ആണ്. mr²/4 അത് റിംഗിൽ കിട്ടിയിരിക്കുന്നത് mr²/2 ആയിരുന്നു. ടാൻജന്റിൽ കിട്ടിയിരിക്കുന്നത് ഒന്ന് 3/2 mr², മറ്റേത് 5/4 mr² ആണ്. ഓക്കെ, യൂണിഫോം റോഡിന്റെ മൊമെന്റ് ഓഫ് ഇനേഷ്യ ആണ്. റോഡ് എന്ന് പറഞ്ഞാൽ എന്താ? ദണ്ട് അല്ല, യൂണിഫോം റോഡ് എന്ന് പറഞ്ഞാൽ ഒരേ തിക്നെസ് ഉള്ള റോഡ്. അപ്പോൾ AB എന്ന് പറയുന്നത് ഒരു യൂണിഫോം റോഡാണ്. അതിന്റെ മൊമെന്റ് ഓഫ് ഇനേഷ്യ കാണണം എബൌട്ട് ആൻ ആക്സിസ് പാസിംഗ് ത്രൂ ഇറ്റ്സ് സെന്റർ ആൻഡ് പെർപെൻഡിക്കുലർ ടു ദി റോഡ്. ആ റോഡിന് പെർപെൻഡിക്കുലർ ആയിട്ട് അതിന്റെ സെന്ററിലൂടെ ഞാൻ y എന്നുള്ള ഒരു ആക്സിസ് വരച്ചിട്ടുണ്ട്. അതിലെ മൊമെന്റ് ഓഫ് ഇനേഷ്യ കണ്ടുപിടിക്കണം. ഇവിടെ നമ്മൾ ഇന്റഗ്രേഷൻ ചെയ്തിട്ടാണ് ചെയ്യുന്നത്. അപ്പോൾ ഈ റോഡിന്റെ ഒരു ചെറിയ പോർഷൻ ഞാൻ എടുത്തു, ഒരു എലമെന്റ് dx. ആ dxന്റെ മാസ് നമുക്ക് കണ്ടുപിടിച്ചാൽ മൊമെന്റ് ഓഫ് ഇനേഷ്യ കാണാം. അപ്പോൾ ആദ്യം മാസ്, ടോട്ടൽ മാസ് ഓഫ് ദ റോഡ് നമുക്ക് എങ്ങനെ എഴുതാം? മാസ് ഓഫ് റോഡ് ക്യാപിറ്റൽ M എടുക്കാം. അപ്പൊ മാസ് പെർ യൂണിറ്റ് ലെങ്ത്, ടോട്ടൽ ലെങ്ത് L ആണ്. അപ്പൊ മാസ് പെർ യൂണിറ്റ് ലെങ്ത് എങ്ങനെ എടുക്കാം നോക്കാം. മാസ് പെർ യൂണിറ്റ് ലെങ്ത് M/L എന്ന് എടുക്കാം. ഓക്കെ, dx വിഡ്ത്തുള്ള ആ എലമെന്റിന്റെ മാസ്, dx വിഡ്ത്തുള്ള ആ എലമെന്റിന്റെ മാസ്, മാസ് ഓഫ് dx കിട്ടണമെങ്കിൽ നമുക്ക് ഇങ്ങനെ എടുക്കാം. M/L ഇൻറ്റു മാസ് പെർ യൂണിറ്റ് ലെങ്ത് ഇൻറ്റു dx. നേരത്തെ ചെയ്തതുപോലെ. ഓക്കെ, അവിടെ ഏരിയ എടുക്കണം, ഇവിടെ ലെങ്ത് മതി റോഡ് ആയതുകൊണ്ട്. ഓക്കെ, ഡിസ്ക് ആകുമ്പോൾ മാസ് പെർ യൂണിറ്റ് ഏരിയ ഇൻറ്റു ഏരിയ. റോഡ് ആകുമ്പോൾ മാസ് പെർ യൂണിറ്റ് ലെങ്ത് M/L ഇൻറ്റു ലെങ്ത് dx. ഓക്കെ, അപ്പോൾ M/L ഇൻറ്റു dx. അങ്ങനെയാണെങ്കിൽ മൊമെന്റ് ഓഫ് ഇനേഷ്യ ഓഫ് ദ dxന്റെ മൊമെന്റ് ഓഫ് ഇനേഷ്യ, dxന്റെ മാസ് ഇൻറ്റു ഡിസ്റ്റൻസ് സ്ക്വയർ വരും. ഓക്കെ, ജസ്റ്റ് സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്യാം. മാസ് എന്താ? M/L dx
ഡിസ്റ്റൻസ് സ്ക്വയർ എന്ന് പറഞ്ഞാൽ എക്സ് സ്ക്വയർ അല്ല, ഇവിടെ നിന്ന് ഇങ്ങോട്ടേക്കുള്ള ഡിസ്റ്റൻസ് ആക്സിലേക്കുള്ള ഡിസ്റ്റൻസ് എക്സ് ആണ് എടുത്തിരിക്കുന്നത്. അപ്പോൾ എം ബൈ എൽ ഡി എക്സ് ഇൻറ്റു എക്സ് സ്ക്വയർ ചെയ്യാം. എന്താ കിട്ടുക? ദാറ്റ് ഈസ് ഈക്വൽ ടു എം ബൈ എൽ എക്സ് സ്ക്വയർ ഡി എക്സ്. ഡി എക്സിന്റെ മൊമെന്റ് ഓഫ് ഇനേഷ്യ കിട്ടിക്കഴിഞ്ഞാൽ ഈ റോഡിന്റെ മൊമെന്റ് ഓഫ് ഇനേഷ്യ കാണാൻ നമ്മൾ ഇന്റഗ്രേറ്റ് ചെയ്യണം. ഈ ഡി എക്സ് എന്നുള്ള വിടുത്തുള്ള ഓരോ പോർഷൻ നമുക്ക് എടുക്കാം. ഇതാ ഇവിടെ ഉണ്ടാകും ഇതുപോലൊരു ഡി എക്സ് അല്ലേ, ഇവിടെ ഉണ്ടാകും, ഇവിടെ ഉണ്ടാകും. അങ്ങനെ എല്ലാ ഡി എക്സും നമ്മൾ എടുക്കുമ്പോൾ ലിമിറ്റ് കൊടുക്കേണ്ടത് ഇതാ ഇവിടെ നിന്ന് അങ്ങോട്ടാണ്. നമുക്ക് ഈ ലെങ്ത് ടോട്ടൽ ലെങ്ത് എൽ ആണ്. അതിന് ഇങ്ങോട്ടേക്കുള്ളത് പ്ലസ് എൽ ബൈ ടു എന്നും ഇങ്ങോട്ടേക്കുള്ളത് മൈനസ് എൽ ബൈ ടു എന്നും എടുക്കാം, എളുപ്പത്തിന് വേണ്ടിക്കാം. അപ്പോൾ ഇവിടെ സെൻറ്ററായിട്ട് എടുത്തിട്ട് ഇവിടെ നിന്ന് ഇങ്ങോട്ട് മൈനസ് എൽ ബൈ ടു ലെങ്ത്തും ഇവിടെ നിന്ന് അങ്ങോട്ട് പ്ലസ് എൽ ബൈ ടു ലെങ്ത്തും. അപ്പോൾ ഇൻ്റഗ്രേറ്റ് ചെയ്യുന്ന എ മുതൽ ബി വരെയാണ്. എയിൽ എന്താ കൊടുക്കുക? മൈനസ് എൽ ബൈ ടു. ബിയിൽ എന്താ കൊടുക്കുക? പ്ലസ് എൽ ബൈ ടു. അതാണ് ലെങ്ത്. അപ്പോൾ ഈ ലിമിറ്റ് കൊടുത്തിട്ട് ഇതിനൊന്ന് ഇൻ്റഗ്രേറ്റ് ചെയ്താൽ മാത്രമാണ് മൊമെന്റ് ഓഫ് ഇനേഷ്യ ഓഫ് ദ ഡിസ്ക് കിട്ടണമെങ്കിൽ. മൊമെന്റ് ഓഫ് ഇനേഷ്യ ഓഫ് ദ ഡിസ്ക്, moment of inertia of the rod is equal to integral minus L by 2 to plus L by 2 m by L x square dx. Okay. m by L constant ആണ് പുറത്തെടുക്കും. ഇന്റഗ്രൽ മൈനസ് എൽ ബൈ ടു ടു പ്ലസ് എൽ ബൈ ടു എക്സ് സ്ക്വയർ ഡി എക്സ്. ഇതിന് ഇന്റഗ്രേറ്റ് ചെയ്യണം. ഈ മൈനസ് എൽ ബൈ ടു ടു പ്ലസ് എൽ ബൈ ടു എന്നെടുക്കുന്നതിന് പകരം നമുക്ക് ഇന്റഗ്രൽസ് എടുക്കുന്നതിന് പകരം ഇന്റഗ്രൽ 0 ടു എൽ ബൈ ടു 2 ടൈംസ് അല്ലേ. നമ്മൾ ഇന്റഗ്രേറ്റ് ചെയ്യുന്ന സമയത്ത് അങ്ങോട്ടും ഇങ്ങോട്ടും ഒരേ ഡിസ്റ്റൻസ് ആണ്. ഓക്കെ. അപ്പോൾ മൈനസ് എൽ ബൈ ടു പ്ലസ് എൽ ബൈ ടു കൊടുക്കുന്നതിന് അങ്ങനെ കൊടുത്താലും കിട്ടും. അതിനേക്കാൾ എളുപ്പം ഇതാണ് 0 ടു എൽ ബൈ ടു 2 വട്ടം എടുത്താൽ മതി. അപ്പോൾ ഒരു 2 കൊണ്ട് ഗുണിക്കാം. ചെയ്താണോ? ഇവിടെ ലിമിറ്റ് മാത്രം മാറ്റിയിട്ടുള്ളൂ. 0 ടു എൽ ബൈ ടു മൈനസ് എൽ ബൈ ടു മാറ്റിയിട്ട് അങ്ങനെ ചെയ്യുമ്പോൾ എന്ത് വേണം? ഡബിൾ ആക്കാം. 2 ഇൻറ്റു ഇൻ്റഗ്രൽ 0 ടു എൽ ബൈ ടു എക്സ് സ്ക്വയർ ഡി എക്സ് നമുക്ക് ഓൾറെഡി അറിയാം. ഓക്കെ. അപ്പോൾ എം ബൈ എൽ ഇൻറ്റു 2 ഇൻറ്റു എക്സ് സ്ക്വയറിനെ ഇൻ്റഗ്രേറ്റ് ചെയ്യുമ്പോൾ എക്സ് ക്യൂബ് ബൈ 3 ആവുക. ലിമിറ്റ് 0 ടു എൽ ബൈ 2 കൊടുക്കാം. 0 ടു എൽ ബൈ 2 ലിമിറ്റ് കൊടുക്കണം. അപ്പോൾ നമുക്ക് എം ബൈ എൽ ഇൻറ്റു 2 ഇൻറ്റു അപ്പർ ലിമിറ്റ് കൊടുക്കുക. അപ്പർ ലിമിറ്റ് എൽ ബൈ 2 ഹോൾ ക്യൂബ് ആണ്, ഡിവൈഡഡ് ബൈ 3 ഉണ്ട്. മൈനസ് ലോവർ ലിമിറ്റ് 0 കൊടുക്കേണ്ട ആവശ്യമില്ല. ഫസ്റ്റ് ഞാൻ കൊടുത്ത് കാണിച്ചതാണ്, ഈ കൊടുക്കണം. ഇതെന്താ കിട്ടുക? ഈക്വൽ ടു m by L into 2 into L by 2 whole cube. L cube by 8. L cube by 8. 1 by 3 കൂടി ഉണ്ടല്ലോ. അപ്പോൾ നമുക്കിവിടെ ഇൻറ്റു 3 കൂടി ഇടാം. ഓക്കെ. 3 ഡിനോമിനേറ്ററിലാണ്. എം എൽ സ്ക്വയറും എല്ലും എൽ ക്യൂബും എൽ സ്ക്വയറും 2 ഉം 8 ഉം ഇവിടെ 4 ആണ്. 4 ഇൻറ്റു 3 12. അപ്പോൾ മൊമെന്റ് ഓഫ് ഇനേഷ്യ ഓഫ് ദ റോഡ് എന്താ കിട്ടുക? മൊമെന്റ് ഓഫ് ഇനേഷ്യ ഓഫ് ദ റോഡ് എം എൽ സ്ക്വയർ ബൈ 12 എന്താ കിട്ടുക? മൊമെന്റ് ഓഫ് ഇനേഷ്യ ഓഫ് ദ റോഡ് ഈക്വൽ ടു എം എൽ സ്ക്വയർ ബൈ 12 എന്ന് കിട്ടും. ഒരു യൂണിഫോം റോഡിന്റെ മൊമെന്റ് ഓഫ് ഇനേഷ്യ about an axis passing through its center and perpendicular to road, moment of inertia equal to m L square by 12. L is the length of the road, m is the mass of the road, there m L square by 12 is the moment of inertia. Okay. So റോഡിന്റെ മൊമെന്റ് ഓഫ് ഇനേഷ്യ കിട്ടി. ഇതിലും ഇക്വേഷൻ ഓർത്തിരിക്കൽ വളരെ നിർബന്ധമാണ്. ഡെറിവേഷൻസ് പഠിച്ചാൽ അത്രയും നല്ലത്. ഓക്കെ. ഇനി നമുക്ക് ഒരു മൊമെന്റ് ഓഫ് ഇനേഷ്യ കിട്ടിയല്ലോ. എന്താ കിട്ടിയ? മൊമെന്റ് ഓഫ് ഇനേഷ്യ ഓഫ് ദ റോഡ് എം എൽ സ്ക്വയർ ബൈ 12 കിട്ടി. അത് വെച്ചുകൊണ്ട് ബാക്കി ആക്സിലെ മൊമെന്റ് ഓഫ് ഇനേഷ്യ കണ്ടുപിടിക്കാം. സപ്പോസ് എന്താ ഈ റോഡ് നമുക്കറിയാം
സ്ക്വയർ ബൈ 12 ആണ്. ഇനി ഈ എൻഡിലൂടെ പോകുന്ന ഒരു ആക്സിസ് ഉണ്ട് എ ബി. മൊമെന്റ് ഓഫ് ഇനേഷ്യ അങ്ങോട്ട് എ ബി കാണണം. ഇവിടെ നിങ്ങളുടേക്കുള്ള ഡിസ്റ്റൻസ് L/2 ആണല്ലോ. L/2 അത് കണ്ടുപിടിക്കണമെങ്കിൽ ഏത് തിയറം യൂസ് ചെയ്യാം? എസ് പാരലൽ ആക്സിസ് തിയറം യൂസ് ചെയ്യാം. അക്കോർഡിംഗ് ടു പാരലൽ ആക്സിസ് തിയറം നമ്മൾ എഴുതണം. അക്കോർഡിംഗ് ടു പാരലൽ ആക്സിസ് തിയറം, according to parallel axis theorem, I equal to ICM plus MA square. ICM അത് നമ്മൾ കണ്ടുപിടിച്ചു. ML square by 12. MA square A എത്ര കൊടുക്കണം? L/2. അപ്പോൾ L/2 whole square വരും. ചെയ്യാലോ. is equal to ML square by 12 plus M into L square by 4 വരും. റെഡ്യൂസ് ചെയ്യാം. 12 ആണ്, ഇവിടെ 12 ആക്കണം. 3 കൊണ്ട് ഗുണിച്ചാൽ മതി. അപ്പോൾ എന്താ കിട്ടുക? ML square plus ഇവിടെ 3 കൊണ്ട് ഗുണിക്കാം. 12 ഡിനോമിനേറ്റർ കോമൺ ആയിട്ട് വരും. അപ്പോൾ ഇവിടെ 3 ml സ്ക്വയറും ഇവിടെ ml സ്ക്വയറും എത്ര ഉണ്ടാവും? 4 ml സ്ക്വയർ. 4 ml സ്ക്വയർ ബൈ 12 എന്നാണ് എത്രയാ? ഒരു 4 ഇവിടെ 3 4 ml സ്ക്വയർ ബൈ 3 എന്ന് വരും. ml സ്ക്വയർ ബൈ 3. അപ്പോൾ മൊമെന്റ് ഓഫ് ഇനേഷ്യ ഓഫ് ദ റോഡ് അബൌട്ട് ആൻ ആക്സിസ് പാസിംഗ് ത്രൂ ഇറ്റ്സ് എൻഡ് എന്താണ്? ml സ്ക്വയർ ബൈ 12. രണ്ടെണ്ണം പഠിച്ചു കേട്ടോ മൊമെന്റ് ഓഫ് ഇനേഷ്യ. ഇനി ഏത് വേണമെങ്കിലും നിങ്ങൾക്ക് ഓർത്തിരിക്കും. ഒന്ന് ഓർത്തേക്കാം, മറ്റേത് കിട്ടും. ഓക്കെ, ഇതറിയാമെങ്കിൽ ഇതും കണ്ടുപിടിക്കാം പാരലൽ ആക്സിസ് തിയറം ഉപയോഗിച്ച്. ICM കാണാലോ. ഓക്കെ, അങ്ങോട്ടും ഇങ്ങോട്ടൊക്കെ മാറ്റി കണ്ടുപിടിക്കാൻ പറ്റും. ഒന്ന് കിട്ടിക്കാനാ പറ്റും. നിങ്ങൾക്ക് ഫിഗറിൽ AB തന്നിട്ടുണ്ടെങ്കിൽ y ഡാഷിലെ മൊമെന്റ് ഓഫ് ഇനേഷ്യ കാണും. ഇക്വേഷനിൽ ടേം അങ്ങോട്ടും ഇങ്ങോട്ടും മാറ്റിയാൽ മാത്രം മതി. അപ്പോൾ ഇവിടെ മൊമെന്റ് ഓഫ് ഇനേഷ്യ ML സ്ക്വയർ ബൈ 12ഉം ഇവിടെ ML സ്ക്വയർ ബൈ 3യുമാണ് രണ്ട് മൊമെന്റ് ഓഫ് ഇനേഷ്യ റോഡിന്റെ. ഓക്കെ, ഇനി സിലിണ്ടറിന്റെയും കൂടി നോക്കാം. നമുക്ക് ഒരു സിലിണ്ടറിന്റെ മൊമെന്റ് ഓഫ് ഇനേഷ്യ നോക്കാം. സിലിണ്ടറിന്റെ സോളിഡ് സിലിണ്ടർ എടുക്കാം. രണ്ട് ടൈപ്പ് സിലിണ്ടർ ഉണ്ട്. ഉള്ളു പൊള്ളയാണെങ്കിൽ അതിനെ ഹോളോ സിലിണ്ടർ എന്ന് പറയും. ഉള്ളും കൂടി മാസമാണെങ്കിൽ സോളിഡ് സിലിണ്ടർ. ഒരു സോളിഡ് സിലിണ്ടർ എടുത്തിട്ട് നമ്മൾ അതിനിങ്ങനെ കട്ട് ചെയ്താൽ നമുക്ക് ഓരോ ഡിസ്ക് കിട്ടുക അല്ലേ. ഇപ്പോൾ M മാസമുള്ള ഒരു ഡിസ്ക് എടുക്കുകയാണെങ്കിൽ അതിന്റെ മൊമെന്റ് ഓഫ് ഇനേഷ്യ MR സ്ക്വയർ ബൈ 2 ആണ്. ഓൾറെഡി പഠിച്ചിട്ടുണ്ട്. കാരണം ആ ഡിസ്ക് എടുക്കുമ്പോൾ ഈ ആക്സിസ് എങ്ങനെ വരിക? അതിന് പെർപെൻഡിക്കുലർ ആക്സിസ് ആണ് അല്ലേ. അപ്പോൾ MR സ്ക്വയർ ബൈ 2 ആണ് ഓരോ ഡിസ്കും എടുക്കുകയാണെങ്കിൽ. അതുകൊണ്ട് വളരെ സിമ്പിൾ ആയിട്ട് നമുക്ക് ചെയ്യാം. മൊമെന്റ് ഓഫ് ഇനേഷ്യ ഓഫ് ദ സിലിണ്ടർ ഫോർ സോളിഡ് സിലിണ്ടർ സിഗ്മ MR സ്ക്വയർ ബൈ 2 ചെയ്താൽ മതി. അതിൽ സിഗ്മ M എന്ന് പറഞ്ഞാൽ ടോട്ടൽ മാസ് ഓഫ് ദ സിലിണ്ടർ ആണ്. ക്യാപിറ്റൽ M എന്ന് എടുക്കാം അല്ലേ. ഓരോ ഡിസ്കിന്റെയും ഈ ഒരു ഡിസ്കിന്റെ അടുത്തൊരു ഡിസ്ക് ഇവിടെ ഉണ്ട്, അതിന്റെയും മാസ് സ്മോൾ M. അടുത്തൊരു ഡിസ്ക് ഇവിടെ കിട്ടും. അങ്ങനെ ഓരോ ഡിസ്കിന്റെയും മാസ് കൂട്ടി നമുക്ക് ടോട്ടൽ മാസ് ഓഫ് ദ സിലിണ്ടർ M കിട്ടും. അപ്പൊ സിഗ്മ MR സ്ക്വയർ ബൈ 2നെ MR സ്ക്വയർ ബൈ 2 എന്ന് കിട്ടും. MR സ്ക്വയർ ബൈ 2. ഓക്കെ, അപ്പോൾ മൊമെന്റ് ഓഫ് ഇനേഷ്യ ഓഫ് ദ സോളിഡ് സിലിണ്ടർ MR സ്ക്വയർ ബൈ 2 ആണ്. ഏതിന് ഇക്വലന്റ് ആണ്? നമ്മുടെ ഡിസ്കിനെ. കാരണം ഒരു സോളിഡ് സിലിണ്ടറെ കട്ട് ചെയ്താൽ ഡിസ്ക് ആണ് കിട്ടുക എന്ന് ഓർത്താൽ മാത്രം മതി. ഇക്വേഷൻ നമുക്ക് ഓർമ്മയിൽ വന്നോളും. ഓക്കെ, അപ്പോൾ MR സ്ക്വയർ ബൈ 2 ആണ് മൊമെന്റ് ഓഫ് ഇനേഷ്യ ആണെങ്കിൽ നിങ്ങളുടെ റേഡിയസ് ഓഫ് ഗൈറേഷൻ ഉണ്ടായിരിക്കും. നമ്മൾ ഓർത്തിരിക്കണം. റേഡിയസ് ഓഫ് ഗൈറേഷൻ ഇക്വേഷൻ I is equal to MK സ്ക്വയർ. ഇതാണ് മൊമെന്റ് ഓഫ് ഇനേഷ്യയുടെ ജനറൽ ഇക്വേഷൻ. I is equal to MK സ്ക്വയർ. ഇത് നമുക്ക് കമ്പയർ ചെയ്താൽ MK സ്ക്വയർ ഈക്വൽ ടു MR സ്ക്വയർ ബൈ 2 എന്നാണ് കിട്ടുക. അവിടെ നമുക്ക് K എന്താ കിട്ടാം? K എന്താ കിട്ടാം? M രണ്ട് സൈഡിലും കട്ടായി പോകും. K സ്ക്വയർ ഈക്വൽ ടു R സ്ക്വയർ ബൈ 2 വരും. അപ്പോൾ K ഈക്വൽ ടു R ബൈ റൂട്ട് 2 ആണ് അല്ല. എന്ന് പറഞ്ഞാൽ റേഡിയസ് ഓഫ് ഗൈറേഷൻ ഈ മാസ് ഡിസ്ട്രിബ്യൂഷൻ മാറുമ്പോൾ ഡിഫറെൻ്റ് ആയിരിക്കും. അതേസമയം ഒരു റിങ്ങിൻ്റെ റേഡിയസ് ഓഫ് ഗൈറേഷൻ K ഈക്വൽ ടു R തന്നെ വരാം. കാരണം എല്ലാം ഒരേ ഡിസ്റ്റൻസിലാണ് മാസ് ഡിസ്ട്രിബ്യൂട്ട് ചെയ്തിരിക്കുന്നത്. ഓക്കെ,
നമ്മൾ ഈ സോളിഡ് സിലിണ്ടറിന് പകരം ഹോളോ സിലിണ്ടർ എടുക്കുകയാണെങ്കിലോ, ഹോളോ സിലിണ്ടർ ആണെങ്കിൽ പ്രത്യേകം പഠിക്കേണ്ട ആവശ്യമില്ല. ഹോളോ സിലിണ്ടർ, ഹോളോ സിലിണ്ടർ നമ്മൾ കട്ട് ചെയ്താൽ കഴിക്കാം. ഹോളോ സിലിണ്ടറിനെ ഇതേപോലെ നമ്മൾ ഇങ്ങനെ കട്ട് ചെയ്താൽ ഓരോ റിംഗ് ആകില്ല അല്ല. ഹോളോ സിലിണ്ടർ മുറിച്ച് കഴിഞ്ഞാൽ നമുക്ക് എന്നിട്ട് ഒരു റിംഗ് ആകില്ല. ഓക്കെ, ഈ റിംഗിന്റെ മൊമെന്റ് ഓഫ് ഇനേഷ്യ നമുക്കറിയാം mr² ആണല്ലോ. ഒരു റിംഗ് എടുക്കുകയാണെങ്കിൽ ഒരു റിംഗിന്റെ മൊമെന്റ് ഓഫ് ഇനേഷ്യ mr² ആണ്. അപ്പോൾ ഹോളോ സിലിണ്ടറിന്റെ മൊമെന്റ് ഓഫ് ഇനേഷ്യ സിഗ്മ mr² ആയിരിക്കും. സിഗ്മ എന്ന് ചെയ്താൽ മാസ് ഓഫ് ദ സിലിണ്ടർ കിട്ടും. ദാറ്റ് ഈസ് ക്യാപിറ്റൽ mr². ഓർത്തിരിക്കാൻ എളുപ്പം. ഹോളോ സിലിണ്ടർ ആണെങ്കിൽ mr², സോളിഡ് സിലിണ്ടർ ആണെങ്കിൽ mr²/2. ഈ രണ്ട് ഇക്വേഷനും ഇമ്പോർട്ടൻ്റ് ആണ്, ഓർത്തിരിക്കാം. ഓക്കെ, ഇനി സ്പിയറിന്റെ ഇക്വേഷൻ മാത്രം ഓർത്തിരുന്നാൽ മതി. ഒരു സ്പിയറിന്റെ ഏത് പിന്നെ സെന്ററിലൂടെ ഏത് ആക്സിൽ വരച്ചാലും അത് ഡയമീറ്റർ ആണ്, 3 ഡയമെൻഷൻ. അപ്പോൾ ഡയമീറ്റർ വരിക അല്ലേ. അപ്പോൾ ID മൊമെന്റ് ഓഫ് ഇനേഷ്യ ആയതുകൊണ്ട് ഈ ഡയമീറ്റർ ഓഫ് ആദ്യം സോളിഡ് സിലിണ്ടർ ആണെങ്കിൽ, സോളിഡ് സ്പിയർ ആണെങ്കിൽ, സോളിഡ് സ്പിയറിന്റെ ഇക്വേഷൻ പഠിച്ചു നോക്കാം. സോളിഡ് സ്പിയറിന്റെ ഇക്വേഷൻ moment of inertia about any diameter equal to 2/5 mr². 2/5 mr². Solid sphere in the moment of inertia 2/5 mr² ആണ്. ഒരു ഹോളോ സ്പിയറിന്റെ മൊമെന്റ് ഓഫ് ഇനേഷ്യ, ഹോളോ സ്പിയറിന്റെ മൊമെന്റ് ഓഫ് ഇനേഷ്യ എബൌട്ട് ഡയമീറ്റർ തന്നെയാണ്, ഈക്വൽ ടു എന്താ പറ്റുക 2/3 mr² ആണ്. രണ്ട് ഇക്വേഷൻ സ്പിയറിൽ ഓർത്തിരിക്കുക. ബാക്കി നമുക്ക് തിയറം വെച്ച് കണ്ടുപിടിക്കാം. ഓക്കെ, ഹോളോ സ്പിയർ 2/3 mr² ആണ് മൊമെന്റ് ഓഫ് ഇനേഷ്യ എബൌട്ട് എനി ഡയമീറ്റർ. സോളിഡ് സ്പിയർ 2/5 mr² ആണ് എബൌട്ട് എനി ഡയമീറ്റർ. അങ്ങനെയാണെങ്കിൽ ഒരു സോളിഡ് സ്പിയർ എന്ന് തന്നിട്ട് ഫൈൻഡ് ദ മൊമെന്റ് ഓഫ് ഇനേഷ്യ എബൌട്ട് AB ചോദിച്ചാൽ നിങ്ങൾ എങ്ങനെ ചെയ്യാം? ഈ ഐഡിയ ആണ്. ID സെന്റർ ഓഫ് മാസിലൂടെ കടന്നു പോകുന്നത്. അപ്പോൾ ഈ ഡിസ്റ്റൻസ് R ആണ് ബിറ്റ്വീൻ ദ ആക്സിസ്. തിയറം യൂസ് ചെയ്യാം, പാരലാക്സ് തിയറം. അപ്പോൾ സ്പിയർ ചോദിച്ചാൽ നിങ്ങൾക്ക് പാരലാക്സ് തിയറം യൂസ് ചെയ്താൽ മതി, കൺഫ്യൂഷൻ ആവേണ്ട ആവശ്യമില്ല. ഓക്കെ, അപ്പോൾ സ്പിയറിലെ മൊമെന്റ് ഓഫ് ഇനേഷ്യ എബൌട്ട് AB, IAB അക്കോർഡിംഗ് ടു പാരലാക്സിസ് തിയറം ID plus ICM ആണ് ID plus MA² ആണ്. That is ID സോളിഡ് സ്പിയർ ആണെങ്കിൽ 2/5 mr², ഹോളോ സ്പിയർ ആണെങ്കിൽ 2/3 mr². അത് ഓർത്തിരിക്കണം. പ്ലസ് mr². ഓക്കെ, അപ്പോൾ ID എന്താ കിട്ടുക? 2/5 പ്ലസ് 1 5/5. That is 7/5 mr² ആയിരിക്കും. ഇതൊക്കെ ഇമ്പോർട്ടൻ്റ് ആണ് പ്രോബ്ലം. ഓക്കെ, ഡെറിവേഷൻ ഞാൻ പറയുന്നില്ല, നിങ്ങൾക്ക് ആവശ്യമില്ല. പക്ഷെ ഒരു ഇക്വേഷനിൽ പഠിച്ചാലേ ബാക്കി ചെയ്യാൻ പറ്റുള്ളൂ. ചിലപ്പോൾ നിങ്ങൾക്ക് ക്വസ്റ്റ്യനിൽ ഒരു ഇക്വേഷൻ തരും, ID തരാറില്ല സാധാരണ. ഓക്കെ, അപ്പോൾ എബൌട്ട് ടാൻജന്റ് കണ്ടാൽ 2/5 mr² ആണ് നമുക്ക് സോളിഡ് സ്പിയർ കിട്ടുക. ഹോളോ സ്പിയർ ആണെങ്കിൽ ഇവിടെ എന്ത് മാറ്റിയാൽ മതി? ID 2/3 mr² ആക്കിയാൽ ബാക്കി കിട്ടും. അത്രയാണ്. ഇനി റൊട്ടേഷനിലെ ഇക്വേഷൻസ് ഓഫ് മോഷൻ പറയാം. ഇക്വേഷൻസ് ഓഫ് റൊട്ടേഷണൽ മോഷൻ, കൈനമാറ്റിക് ഇക്വേഷൻസ്. നമ്മുടെ ഇക്വേഷൻസ് പഠിച്ച ഓർമ്മ ഉണ്ടല്ലോ, എന്തൊക്കെയാ? V is equal to U plus AT, ES is equal to UT plus half AT square, V square equal to U square plus 2S. ഈ ഇക്വേഷനെ ഞാനൊന്ന് മാറ്റിയിട്ടാണ്. Vക്ക് VT equal to Uക്ക് V0 plus AT. ഒന്നാമത്തെ ഇക്വേഷൻ V is equal to V0 plus AT. രണ്ടാമത്തെ S is equal to V0T plus half AT square. വ്യത്യാസമൊന്നുമില്ല, നിങ്ങൾ ഈ രണ്ട് ഡെറിവേഷൻ കണ്ടിട്ടുണ്ടാവും. ഓക്കെ, മൂന്നാമത്തെ V square എന്ന് പറയുന്നത് VT square equal to V0 square plus 2AS. ഇതാണ് നമ്മുടെ മൂന്ന് ഇക്വേഷൻസ് ഓഫ് മോഷനിലെ ഇക്വേഷൻസ്, കൈനമാറ്റിക് ഇക്വേഷൻസ്. ഇതിന് കറസ്പോണ്ടിങ് ആയിട്ടുള്ള ഇക്വേഷൻ നമുക്ക് റൊട്ടേഷനിൽ എഴുതാം. റൊട്ടേഷനിലെ വെലോസിറ്റിയുടെ സ്ഥാനത്ത് ലീനിയർ വെലോസിറ്റിയുടെ സ്ഥാനത്ത് ഒമേഗയാണ്. അപ്പോൾ VTയുടെ സ്ഥാനത്ത് ω_T എന്ന് കൊടുക്കണം, V0ന്റെ സ്ഥാനത്ത് ω0 എന്ന് കൊടുക്കണം, ന്റെ സ്ഥാനത്ത് ഡിസ്പ്ലേസ്മെന്റിന്റെ സ്ഥാനത്ത് എന്താ കൊടുക്കുക? ആംഗുലർ ഡിസ്പ്ലേസ്മെന്റ് θ എന്ന് കൊടുക്കണം. ഓക്കെ, E എന്ന് പറയുന്ന
ആക്സലറേഷൻ, ലീനിയർ ആക്സലറേഷൻ സ്ഥാനത്ത് കൊടുക്കുക, ആംഗുലാർ ആക്സലറേഷൻ ആൽഫ എന്ന് കൊടുക്കണം. ഇത്രയും ടേം ആ ഇക്വേഷനിലേക്ക് കൊടുത്താൽ നമുക്ക് റൊട്ടേഷൻ മോഷൻ ഇക്വേഷൻസ് കിട്ടും. ഇത് ഓക്കെ ആണല്ലോ? എന്നാ പറഞ്ഞോ, ഒന്നാമത്തെ ഇക്വേഷൻ എന്താ? ഒന്നാമത്തെ ഇക്വേഷൻ റൊട്ടേഷൻ മോഷനിലെ Vt equal to V0 plus At. Vt ക്ക് പകരം omega t. Omega t equal to omega 0 plus alpha t. V0 omega 0 a alpha. Okay. രണ്ടാമത്തെ ഇക്വേഷൻ എഴുതാം. S is equal to V0 plus half at t square. S ന് പകരം ബീറ്റ ആംഗുലാർ ഡിസ്പ്ലേസ്മെന്റ്. V0 ന് പകരം omega 0 t plus half alpha t square, half alpha t square. രണ്ടാമത്തെ ഇക്വേഷൻ ആയി. ഓക്കെ. മൂന്നാമത്തെ എന്താ? മൂന്നാമത്തെ v സ്ക്വയർ, vt സ്ക്വയറിന് പകരം ഒമേഗ ടി സ്ക്വയർ എന്ന് കൊടുക്കും. ഒമേഗ ടി സ്ക്വയർ ഈക്വൽ ടു ഒമേഗ 0 സ്ക്വയർ പ്ലസ് 2 ആൽഫ തീറ്റ. ഇതാണ് റൊട്ടേഷൻ മോഷനിലെ ഇക്വേഷൻസ് ഓഫ് മോഷൻ എന്ന് പറയുന്നത്. റൊട്ടേഷനിൽ നമ്മൾ ഉപയോഗിക്കുന്ന 3 ഇക്വേഷൻസ്. ഓക്കെ, കാണാതെ പഠിക്കേണ്ട ആവശ്യമില്ല. അപ്പോൾ അതിൽ ഈ ടേംസ് മാറ്റുന്ന മാത്രം പഠിച്ചാൽ മതി. അതിന് അനലോഗായിട്ട് എഴുതാൻ പറ്റും. ഓരോന്നിനും അനലോഗായിട്ട് നമുക്ക് ഓരോ ടേം റൊട്ടേഷനിലേക്ക് വരുന്നുണ്ട്. ഓക്കെ, ഫോഴ്സിന് അനലോഗായിട്ട് ടോർക്ക് വരുന്നു. ലീനിയർ വെലോസിറ്റിക്ക് പകരം ആംഗുലാർ വെലോസിറ്റി, ലീനിയർ ആക്സലേഷൻ പകരം ആംഗുലാർ ആക്സലേഷൻ. അങ്ങനെ ഓരോ ടേമിനും കറസ്പോണ്ടിങ് ആയിട്ട് വരും. നമ്മൾ അനലോഗായിട്ട് വരുന്നതോടെ പഠിച്ചു വെച്ചാൽ എല്ലാം എഴുതാൻ പറ്റും.